ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കീഴിലുള്ള BA അറബിക് ഫസ്റ്റ് സെമസ്റ്റർ വിഷയമായ ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക് കോഴ്സ് 1-ൽ നിന്നുള്ള ബ്ലോക്ക് 1-ലെ ആദ്യ യൂണിറ്റാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. യൂണിറ്റ് 1 അൽ ജുംലത്തുൽ മുഫീദ. ഈ ഒരു യൂണിറ്റിൽ നാം പഠിക്കുന്നത് അറബി ഭാഷയിൽ നാം ഉപയോഗിക്കുന്ന പദങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും അതേപോലെ ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ജുംലകൾ എന്നതിനെ സംബന്ധിച്ചും തുടർന്ന് നാം തയ്യാറാക്കിയ സെൻറ്റൻസുകൾ നമ്മുടെ എഴുത്തിലും അതേപോലെ സംസാരത്തിലും എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്നതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നാം പഠിക്കുന്നത്. ഡിസ്കഷൻ. അതിൽ ഒന്നാമത്തെ സബ് ഹെഡിങ് അൽ കലിമത്തു വ അൻവാഉഹ, പദവും അതിൻ്റെ ഇനങ്ങളും. കലിമത്ത് എന്ന് പറഞ്ഞാൽ പദം, നൗഉം ജമഅ അൻവാഅ എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ. അപ്പോൾ അറബി ഭാഷയിലെ പദങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു സബ് ഹെഡിങ്ങിന് താഴെ പറയുന്നത്. തഅമ്മൽ ഫിൽ ജുമലിൽ ആത്തിയ, താഴെ നൽകിയിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കുക. തഅമ്മല എന്ന് പറഞ്ഞാൽ നോക്കുക എന്നർത്ഥം. ജുംലത്തും ജുമല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസുകൾ. ഇപ്പോൾ താഴെ കുറച്ച് സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്, അവ ശ്രദ്ധിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യംഷി അഹ്മദുൻ ഇല സൂഖി. യംഷി അഹ്മദുൻ, അഹ്മദ് നടക്കുന്നു. മഷ യംഷി എന്ന് പറഞ്ഞാൽ നടക്കുക എന്നർത്ഥം. അപ്പോൾ അഹ്മദ് നടക്കുന്നു ഇല സൂഖി, അങ്ങാടിയിലേക്ക്. സൂഖ് എന്ന് പറഞ്ഞാൽ അങ്ങാടി. അപ്പോൾ അഹ്മദ് അങ്ങാടിയിലേക്ക് നടക്കുന്നു. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് അൽ ഉസ്ഫൂർ ഫിൽ ഖഫസി. അൽ ഉസ്ഫൂർ, കുരുവി, ഫിൽ ഖഫസി, കൂട്ടിലാണ്. ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട്, ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവി. ഇപ്പോൾ കുരുവി കൂട്ടിലാണ്. മൂന്നാമത്തെ സെൻറ്റൻസ് അൽ ളുറൂഫ് ഖാസിയത്തുൻ, സാഹചര്യങ്ങൾ കഠിനമാണ്. ലർഫും ജംഅ ളുറൂഫ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ, ഖാസിയത്ത് എന്ന് പറഞ്ഞാൽ കഠിനമാണ് എന്നർത്ഥം. സാഹചര്യങ്ങൾ കഠിനമാണ്. നാലാമത്തെ സെൻറ്റൻസ് സാഫറ മുഹമ്മദുൻ ഇലാ ദുബൈ. സാഫർ മുഹമ്മദുൻ, മുഹമ്മദ് യാത്ര പോയി. സാഫറ എന്ന് പറഞ്ഞാൽ യാത്ര പോവുക എന്നർത്ഥം. അപ്പോൾ മുഹമ്മദ് യാത്ര പോയി ഇലാ ദുബൈ, ദുബൈയിലേക്ക്. മുഹമ്മദ് ദുബായിലേക്ക് യാത്ര പോയി. അഞ്ചാമത്തെ സെൻറ്റൻസ് റജാൽ ഉമ്മാലു മിനൽ മസ്നാഇ. റജാൽ ഉമ്മാലു, ജോലിക്കാർ മടങ്ങി. റജാ എന്ന് പറഞ്ഞാൽ മടങ്ങുക. ആമിലും ജംഅ ഉമ്മാൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ. മസ്നാ എന്ന് പറഞ്ഞാൽ ഫാക്ടറി. അപ്പോൾ ജോലിക്കാർ ഫാക്ടറിയിൽ നിന്ന് മടങ്ങി. അപ്പോൾ ഇങ്ങനെ 5 ജുംലകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അതിന് താഴെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നുലാഹിളു അന്ന കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ മദ്കൂറ അലാഹു തതകവ്വന മിൻ കലിമാത്തിൻ മുഖ്തലിഫ. നുലാഹിളു, നമ്മൾ കാണുന്നു. ലാഹള യുലാഹിളു എന്ന് പറഞ്ഞാൽ കാണുക എന്നർത്ഥം. അപ്പം നമ്മൾ കാണുന്നു അന്ന കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ മദ്കൂറ അലാഹു, മുകളിൽ പറയപ്പെട്ട ജുംലകളൊക്കെ. ജുംലത്തും ജുമല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസുകൾ. മുകളിൽ പറയപ്പെട്ട സെൻറ്റൻസുകളൊക്കെ തതകവ്വന മിൻ കലിമാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്ത പദങ്ങളിൽ നിന്നാണ് അവ രൂപപ്പെട്ടിട്ടുള്ളത്. തക്കവ്വന എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക എന്നർത്ഥം. കലിമാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്ത പദങ്ങൾ. ഇപ്പോൾ വ്യത്യസ്ത പദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുകളിൽ പറയപ്പെട്ട ജുംലകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മസലൻ, ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ജുംലത്തുൽ ഊല, ഒന്നാമത്തെ ജുംല, അതായത് യംഷി അഹ്മദുൻ ഇല സൂഖി എന്നുള്ള ജുംല മുതകവ്വിനത്തും മിൻ അർബഅ കലിമാത്തിൻ, അത് 4 പദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മുതകവ്വിനത്തുൻ എന്ന് പറഞ്ഞാൽ രൂപപ്പെട്ടത് എന്നർത്ഥം. അപ്പോൾ 4 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ഒന്നാമത്തെ ജുംലയായ യംഷി അഹ്മദുൻ ഇല സൂഖി എന്ന സെൻറ്റൻസ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ പദങ്ങൾ? ഒന്നാമത്തത് യംഷി, രണ്ടാമത്തത് അഹ്മദ്, മൂന്നാമത്തത് ഇല, നാലാമത്തത് സൂഖ് എന്നിങ്ങനെ 4 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് യംഷി അഹ്മദിൻ ഇല സൂഖ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കദാലിക അൽ ജുമലുൽ ഉഖ്റ, അപ്രകാരം തന്നെയാണ് ബാക്കിയുള്ള ജുംലകളൊക്കെ. അവയൊക്കെ വ്യത്യസ്ത പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ സെൻറ്റൻസ് പരിശോധിക്കുകയാണെങ്കിൽ അൽ ഉസ്ഫൂർ, അതുപോലെ തന്നെ ഫി, അൽ ഖഫസ് എന്നിങ്ങനെ 3 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ മൂന്നാമത്തെ സെൻറ്റൻസ് പരിശോധിക്കുകയാണെങ്കിൽ അൽ ളുറൂഫ്, അതേപോലെ തന്നെ ഖാസിയ എന്നീ 2 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസ് ഉണ്ടായിട്ടുള്ളത്. നാലാമത്തെ പരിശോധിക്കുകയാണെങ്കിൽ സാഫറ മുഹമ്മദുൻ ഇലാ ദുബായ് എന്നിങ്ങനെ 4 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ ഒരു ജുംല ഉണ്ടായിട്ടുള്ളത്. അവസാനത്തെ സെൻറ്റൻസ് പരിശോധിക്കുകയാണെങ്കിൽ റജഅ അൽ ഉമ്മാൽ മിൻ അൽ മസ്ന എന്നിങ്ങനെ 4 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് അവസാനത്തെ ആ ഒരു ജുംല ഉണ്ടായിട്ടുള്ളത്. ഈ രൂപത്തിൽ വ്യത്യസ്ത പദങ്ങൾ ചേർന്നുകൊണ്ടാണ് മേൽ പറയപ്പെട്ട ജുംലകളൊക്കെ രൂപീകൃതമായിട്ടുള്ളത്. ഫൽ കലാമു യതഅല്ലഫു മിനൽ കലിമാത്ത്, ഒരുപാട് പദങ്ങളിൽ നിന്നാണ് കലാം രൂപപ്പെടുന്നത്. തഅല്ലഫ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക എന്നർത്ഥം. ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കലാം നിർമ്മിക്കപ്പെടുന്നത്. അതായത് ഒരുപാട് പദങ്ങൾ ചേർന്നുകൊണ്ടുണ്ടായ ഒരു സെൻറ്റൻസിനെയാണ് നാം കലാം എന്ന് പറയുക. വൽ കലിമത്തു സലാസത്തു അൻവാഇൻ, അറബി ഭാഷയിൽ പദങ്ങൾ 3 ഇനങ്ങളാണ്. നൗഉം ജമഅ അൻവാഅ എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ എന്നർത്ഥം. അപ്പോൾ അറബി ഭാഷയിൽ പ്രധാനമായും പദങ്ങളെ 3ആയി തരംതിരിക്കുന്നു. ഒന്നാമത്തത് ഇസ്മ്, രണ്ടാമത്തത് ഫിഅല്, മൂന്നാമത്തത് ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാം നാമം എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിനെ നൗൺ എന്നാണ് പറയുക. രണ്ടാമത്തത് ഫിഅല്, പ്രവൃത്തി, അഥവാ ഇംഗ്ലീഷിൽ നാം വെർബ് എന്ന് പറയും. മൂന്നാമത്തത് ഹർഫ്, പ്രിപ്പോസിഷൻ. ഇങ്ങനെ 3ആയിട്ടാണ് അറബി ഭാഷയിൽ പദങ്ങളെ തരംതിരിക്കുന്നത്. ഇനി അതിനെ ഓരോന്നായിട്ട് വിശദീകരിച്ച് താഴെ പറയുന്നുണ്ട്. അതിലൊന്നാമത് അൽ ഇസ്മ. ഇസ്മ എന്താണെന്നാണ് ശേഷം പറയുന്നത്. മാ ദല്ല അല ഇൻസാനിൻ ഔ മക്കാനിൻ ഔ ഹൈവാനിൻ ഔ നബാത്തിൻ ഔ ജമാഅത്ത്. മാ ദല്ല അല ഇൻസാനിൻ,
മനുഷ്യൻ്റെ മേൽ അറിയിക്കുന്നതോ ഔ മഖാൻ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നതോ ഔ ഹയവാനിൻ അല്ലെങ്കിൽ ജീവിയുടെ മേൽ അറിയിക്കുന്നതോ ഔ നബാത്തിൻ അല്ലെങ്കിൽ സസ്യലതാദികളുടെ മേൽ അറിയിക്കുന്നതോ ഔ ജമാദിൻ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളുടെ മേൽ അറിയിക്കുന്നതോ ആയ ഒരു പദത്തിനെയാണ് നാം ഇസ്മി എന്ന് പറയുന്നത്. ഇതല്ല എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നർത്ഥം. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, ഹയവാൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തു, നബാത്ത് എന്ന് പറഞ്ഞാൽ സസ്യലതാദികൾ, ജമാദ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ ജീവനുള്ള വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുവിൻ്റെയോ സസ്യങ്ങളുടെയോ മേൽ അറിയിക്കുന്ന ഒരു പദത്തിനെയാണ് നാം ഇസ്മി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ താഴെ നൽകുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തത് അഹ്മദ്. അഹ്മദ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇസ്മിനുള്ള ഉദാഹരണമാണ്. രണ്ടാമത്തത് സൂഖ്, അങ്ങാടി. അങ്ങാടി എന്നുള്ളത് ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്ന പദമാണ്, അതുകൊണ്ട് അതും ഇസ്മിൻ്റെ ഗണത്തിൽപ്പെടും. മൂന്നാമത്തത് അൽ ഉസ്ഫൂർ, കുരുവി. അത് ജീവനുള്ള ഒരു വസ്തുവാണ്, അതുകൊണ്ട് അതും ഇസ്മിൻ്റെ ഗണത്തിൽപ്പെടും. അതേപോലെ അൽ ഖഫസ്, കൂട്. കൂട് എന്നുള്ളത് ഒരു ജീവനില്ലാത്ത വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇസ്മാണ്. അടുത്തത് അൽ ളുറൂഫ്, സാഹചര്യങ്ങൾ. പിന്നീടുള്ളത് മുഹമ്മദ്, അത് ഒരു വ്യക്തിയുടെ പേരായി നാം ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അതും ഒരു ഇസ്മാണ്. പിന്നീട് ദുബായ്. ദുബായ് എന്നുള്ളത് ഒരു സ്ഥലത്തിനെ സൂചിപ്പിക്കുന്ന നാമമാണ്, അതുകൊണ്ട് അതും ഇസ്മിൻ്റെ ഗണത്തിൽപ്പെടും. പിന്നീടുള്ളത് അൽ ഉമ്മാൽ, ജോലിക്കാർ. അതും വ്യക്തികളുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണ്, അതുകൊണ്ട് അതും ഇസ്മിൻ്റെ ഗണത്തിൽപ്പെടും. അവസാനത്തെ അൽ മസ്ന, ഫാക്ടറി. അതൊരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് അതും ഇസ്മിൻ്റെ ഗണത്തിൽപ്പെടും. ഈ പറയപ്പെട്ടവയൊക്കെ ഇസ്മിൻ്റെ വ്യത്യസ്ത ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാമതായി നാം പറയുന്നത് ഫിഅലിനെ സംബന്ധിച്ചാണ്, അഥവാ പ്രവൃത്തി. അൽ ഫിഅൽ, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മാ ദല്ല അലാ ഹദത്തിൻ ഫി സമനിൻ മുഅയ്യനിൻ. മാ ദല്ല അലാ ഹദത്തിൻ, ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഒന്ന്. ദല്ല എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നർത്ഥം. ഹദത്ത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്ന ഒന്നാണ് ഫി സമനിൻ മുഅയ്യനിൻ, നിർണിതമായ ഒരു കാലത്ത്. സമന എന്ന് പറഞ്ഞാൽ കാലം, മുഅയ്യൻ എന്ന് പറഞ്ഞാൽ നിർണിതമായ. അപ്പോൾ ഒരു നിർണിതമായ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നതിനാണ് അറബി ഭാഷയിൽ ഫിഅൽ എന്ന് പറയുന്നത്. അഥവാ ഫിഅലിന് എപ്പോഴും ഒരു കാലവുമായി ബന്ധമുണ്ടാകും. ഒരു കാലത്ത് സംഭവിച്ച ഒരു സംഭവമായതിന് എപ്പോഴും ബന്ധമുണ്ടാകും. പ്രധാനമായും അറബി ഭാഷയിൽ നാം 3 കാലങ്ങളെയാണ് എടുത്തു പറയാറുള്ളത്, എല്ലാ ഭാഷകളിലേതും പോലെ. ഭാവി, ഭൂതം, വർത്തമാനം. അഥവാ അറബിയിൽ നമ്മൾ മാളി, മുലാരി, മുസ്തഖബൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ താഴെ നൽകുന്നുണ്ട്. ഒന്നാമത്തത് യംഷി. യംഷി എന്ന് പറഞ്ഞാൽ നടക്കുന്നു എന്നർത്ഥം. മഷ എന്ന മാലിയ ഫീലിൻ്റെ മുലാരി രൂപമാണ് യംഷി, നടക്കുന്നു. അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് മുലാരി നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നടക്കാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കാനും ആ ഒരർത്ഥത്തിലും നമ്മൾ മുലാരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ യംഷി എന്നുള്ളതിന് നടക്കുന്നു അല്ലെങ്കിൽ നടക്കും എന്നുള്ള രണ്ട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത് ഒരു നിർണിതമായ കാലത്ത് സംഭവിച്ച ഒരു പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഫിഅലിൻ്റെ ഗണത്തിൽപ്പെടും. രണ്ടാമത്തെ ഉദാഹരണം സാഫറ, യാത്ര പോയി. അപ്പോൾ അത് മാലിയുടെ മേൽ, കഴിഞ്ഞു പോയ ഒരു കാലത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്നതാണ്. യാത്ര പോയി എന്ന് പറയുമ്പോൾ ആ ഒരു പ്രവൃത്തി അവിടെ സംഭവിച്ചു കഴിഞ്ഞു, അഥവാ കഴിഞ്ഞു പോയ ഒരു കാലത്തിൻ്റെ മേലാണ് സാഫറ എന്നുള്ള ഒരു പ്രവൃത്തി അറിയിക്കുന്നത്. അപ്പം അങ്ങനെ നിർണിതമായൊരു കാലത്തിന് മേൽ അറിയിക്കുന്നത് കൊണ്ട് തന്നെ അതും ഒരു ഫിഅലിൻ്റെ ഉദാഹരണമാണ്. ഇനി അവസാനത്തെ ഉദാഹരണം റജാ, മടങ്ങി. അതും കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നതാണ്. അതും ഫിഅലിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഉദാഹരണമാണ്. ഇനി അവസാനത്തെ പദത്തിൻ്റെ ഇനമാണ് ഹർഫ്. അതിൻ്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. മാല യത്തിമു മഅനാഹു ഇല്ലാ മഅ ഗൈരിഹി. മാല യത്തിമു മഅനാഹു, അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയില്ല. തമ്മ യത്തിമു എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവുക, മഅന എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഹർഫിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയില്ല ഇല്ലാ മഅ ഗൈരിഹി, മറ്റൊന്നിനോട് കൂടെയല്ലാതെ. അപ്പോൾ മറ്റൊന്നിനോട് കൂടെയല്ലാതെ, മറ്റേതെങ്കിലും പദങ്ങളോട് കൂടെയല്ലാതെ അർത്ഥം പൂർണ്ണമാവാത്ത പദങ്ങൾക്കാണ് നാം ഹർഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ താഴെ നൽകുന്നുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം ഇല. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ കേവലം നാം ഇല എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ അവിടെ അർത്ഥം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല. പക്ഷെ അത് നാം ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായ അർത്ഥം ലഭിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പദങ്ങളെ ഹർഫ് എന്ന് നാം വിളിക്കുന്നത്. ഇല വെച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇല എന്ന് സ്വയം പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള അർത്ഥമൊന്നുമില്ല, ലേക്ക് എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതിനൊരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ദഹബ മുഹമ്മദുൻ ഇല സൂഖി, മുഹമ്മദ് അങ്ങാടിയിലേക്ക് പോയി. അവിടെ ഇല എന്നുള്ള സെൻറ്റൻസിന് അവിടെ മറ്റൊന്നിനോട് ചേർന്ന് വരുമ്പോൾ കൃത്യമായ അർത്ഥം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പദങ്ങളെയാണ് നാം ഹർഫ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് ഫി. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം. നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു അൽ ഉസ്ഫൂർ ഫിൽ ഖഫസി, കുരുവി കൂട്ടിലാണ്. അപ്പം അങ്ങനെ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായ അർത്ഥം വരുന്നുണ്ട്. പക്ഷെ അതിനെ തനിച്ച് ഫി എന്ന് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അർത്ഥമൊന്നും നാം കൊടുക്കാറില്ല. മറ്റൊരു ഉദാഹരണമാണ് മീൻ, ഇൽ നിന്ന് എന്നർത്ഥം.
അത് വെച്ചൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ റജാ മുഹമ്മദുൻ മിനൽ മദ്രസത്തി, മുഹമ്മദ് മദ്രസയിൽ നിന്ന് മടങ്ങി. അങ്ങനെ സെനൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള അർത്ഥം വരുന്നുണ്ട്. പക്ഷേ മിൻ എന്ന് സ്വയം ഉപയോഗിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥമൊന്നും പൂർണ്ണാർത്ഥത്തിലുള്ള അർത്ഥമൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം അത്തരത്തിലുള്ള പദങ്ങളെയാണ് നാം ഹർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റിലെ അൽ കലിമത്തു അൻവാഉഹ എന്ന സബ് ഹെഡിങ്ങിന് താഴെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് താഴെ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അത്തദ്രീബ് എക്സസൈസ് നമ്പർ 1. മയ്യിസിൽ അസ്മാ വൽ അഫ്ആല വൽ ഹുറൂഫ് മിനൽ ഫിഖറത്തിൽ ആതിയ. താഴെ നൽകിയിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് ഇസ്മുകളെയും ഫിഅലുകളെയും ഹർഫുകളെയും വേർതിരിക്കുക. മയ്യിസ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്നർത്ഥം. ഇസ്മും ജമ അസ്മാ, ഫിഅലും ജമ അഫ്ആല്, ഹർഫും ജമ ഹുറൂഫ്. ഫിഖറത്ത് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എന്നർത്ഥം. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അവയിൽ നിന്ന് ഇസ്മുകളെയും ഫെയിലുകളെയും ഹർഫുകളെയും വേർതിരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. ശേഷം ഇതിൽ പറഞ്ഞിട്ടുള്ള ഇസ്മുകളെയും ഫെയിലുകളെയും ഹർഫുകളെയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാം. പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഇന്ന സഖാഫത്തൽ ഇജ്തിമാഇയ്യ ലി അയ്യി മുജ്തമഇൻ തഅ്തമിദു അലാ അഫ്റാദിഹിൽ മുതഅല്ലിമീൻ. ഇന്ന സഖാഫത്തൽ ഇജ്തിമാഇയ്യ ലി അയ്യി മുജ്തമഇൻ. ഏതൊരു സമൂഹത്തിൻ്റെയും സാമൂഹിക സംസ്കാരം. സഖാഫത്തൽ ഇജ്തിമാഇയ്യ എന്ന് പറഞ്ഞാൽ സാമൂഹിക സംസ്കാരം, മുജ്തമ എന്ന് പറഞ്ഞാൽ സമൂഹം. ഏതൊരു സമൂഹത്തിൻ്റെയും സാമൂഹികമായ സംസ്കാരം തഅ്തമിദു അലാ അഫ്റാദിഹിൽ മുതഅല്ലിമീൻ, ആ സമൂഹത്തിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആശ്രയിച്ചുകൊണ്ടാണ്. എഴുത്തമദ അല എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നർത്ഥം. ഫർദും ജമ അഫ്രാദ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, മുതഅല്ലിമീൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. അപ്പോൾ ഏതൊരു സമൂഹത്തിൻ്റെയും സാമൂഹികമായ സംസ്കാരത്തെ നാം വിലയിരുത്തുന്നത് അതിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവലംബിച്ചുകൊണ്ടാണ്, അവരെ ആശ്രയിച്ചുകൊണ്ടാണ്. അഥവാ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെ എടുത്തു കാണിക്കുന്ന ഒരു ഘടകമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഫദ്ദിറാസത്തു ഹിയല്ലത്തി തസ്വിലുൽ മുജ്തമഇ ഇല തഹല്ലുർ. ഫദ്ദിറാസ നിശ്ചയമായും പഠനം എന്നുള്ളത്, ദിറാസത്ത് എന്ന് പറഞ്ഞാൽ പഠനം. അപ്പോൾ പഠനം എന്നുള്ളത് ഹിയല്ലത്തി തസ്വിലുൽ മുജ്തമഇ ഇല തഹല്ലുർ, അതാണ് ഒരു സമൂഹത്തെ സംസ്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. വസ്വലബി എന്ന് പറഞ്ഞാൽ കൊണ്ടെത്തിക്കുക എന്നർത്ഥം. അതിൻ്റെ മുളാരി രൂപമാണ് തസ്വിലുബി. മുജ്തമ എന്ന് പറഞ്ഞാൽ സമൂഹം, തഹല്ലുർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. അപ്പോൾ പഠനമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തെ സംസ്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കമാ അന്നഹൽ വസീലത്തുൽ വഹീദ ലി ഇസ്ലാഹിഹി, ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനുള്ള ഏക മാർഗവും വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ പഠനമാണ്. അൽ വസീലത്തുൽ വഹീദ എന്ന് പറഞ്ഞാൽ ഏക മാർഗം, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ സംസ്കരിച്ചെടുക്കുക എന്നർത്ഥം. ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനുള്ള ഏക മാർഗവും വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. വഇഷാറു ഇലാ അന്നൽ അശ്ഖാസുൽ മുതഅല്ലിമീൻ യഖൂമൂന ബിൽ ഖളാഇ അൽ ഖവായിദ് തഖലീദിയ്യ വൽ ആദാത്തി ഗൈറിൽ മുബററ التي وصلت المجتمع من العصور القديمة ويشار إلى أن الأشخاص المتعلمين. ഇവിടെ പറയൽ വളരെ അനിവാര്യമാണ്. യുഷാറു ഇല അന്ന എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്, പറയൽ വളരെ അനിവാര്യമാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യം? അന്നൽ അഷ്ഖാസുൽ മുതഅല്ലിമീൻ, നിശ്ചയമായും പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അഷ്ഖാസ് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ എന്നർത്ഥം. ഷഖ്സിൻ്റെ ജമാണ് അഷ്ഖാസ്, വ്യക്തികൾ. മുതഅല്ലിമീൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ. അപ്പോൾ വിദ്യാർത്ഥികളായ വ്യക്തിത്വങ്ങൾ അഥവാ പഠിക്കുന്ന വിദ്യാർത്ഥികൾ യഖൂമൂന ബിൽ ഖളാഇ അലൽ ഖവായിദ് തഖലീദിയ്യ. യഖൂമൂന അവർ നിർവഹിക്കുന്നു. ഖാമബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നർത്ഥം. പഠിതാക്കളായ വിദ്യാർത്ഥികൾ നിർവഹിക്കുന്നു. എന്താണ് അവർ നിർവഹിക്കുന്നത്? ബിൽ ഖളാഇ അലൽ ഖവായിദ് തഖലീദിയ്യ, പരമ്പരാഗതമായ നിയമങ്ങളെ ഇല്ലാതാക്കുക. ഖളാഅല എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നർത്ഥം. അൽ ഖവായിദ് തഖലീദിയ്യ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ നിയമങ്ങൾ. അപ്പോൾ പരമ്പരാഗതമായ നിയമങ്ങളെ, അന്ധവിശ്വാസങ്ങളെയൊക്കെ വിദ്യാർത്ഥികളായ വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു. അപ്രകാരം തന്നെ വൽ ആദാത്ത് ഗൈറിൽ മുബററ, അന്യായമായ ആചാരങ്ങളെയും. ആദാത്ത് എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ, ഗൈറിൽ മുബററ എന്ന് പറഞ്ഞാൽ അന്യായമായ. അന്യായമായ ആചാരങ്ങളെയും പരമ്പരാഗതമായ നിയമസംഹിതകളെയും ഒക്കെ വിദ്യാർത്ഥികളായ വ്യക്തിത്വങ്ങൾ ഇല്ലാതാക്കുന്നു, സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു. അല്ലത്തി എങ്ങനെയുള്ള ആചാരങ്ങളും പരമ്പരാഗതമായ നിയമങ്ങളുമൊക്കെയാണ്? വസലത്തുൽ മുജ്തമഅ മിനൽ ഉസൂരിൽ ഖദീമ, പുരാതന കാലം തൊട്ട് തന്നെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതായ. വസല എന്ന് പറഞ്ഞാൽ എത്തുക എന്നർത്ഥം. മുജ്തമഅ എന്ന് പറഞ്ഞാൽ സമൂഹം, അസ്റും ജുമഅ അസൂർ എന്ന് പറഞ്ഞാൽ കാലം, ഖദീമ എന്ന് പറഞ്ഞാൽ പുരാതനമായ. പുരാതനമായ കാലം തൊട്ട് തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള അന്യായമായ ആചാരങ്ങളെയും പരമ്പരാഗതമായ നിയമങ്ങളെയും ഒക്കെ തുറച്ചു നീക്കുന്നതിൽ പഠിതാക്കളായ വിദ്യാർത്ഥികൾ വലിയ ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അഥവാ അവർ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പരമ്പരാഗതമായ നിയമങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. യുവഫിറു തഅലീമു ലിൽ അത്ഫാലി ഫുർസത്തൻ ലിത്തഅല്ലുമിൽ അദീദി മിനൽ മഹാറാത്ത് ഇലാ ജാനിബി തഅല്ലുമിൽ മഅരിഫി. യുവഫിറു അത്തഅലീമു ലിൽ അത്ഫാൽ, വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നു. വഫറ യുവഫിറു എന്ന് പറഞ്ഞാൽ നൽകുക എന്നർത്ഥം.
താലീം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, തിഫ്ലും ജമാഅത്ത്ഫാൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അപ്പോൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നു. ഫുർസത്തൽ തഅല്ലുമിൽ അദീദ് മിനൽ മഹാറാത്ത്, ഒരുപാട് കഴിവുകൾ പഠിക്കാനുള്ള അവസരം. ഫുർസത്ത് എന്ന് പറഞ്ഞാൽ അവസരം, തഅല്ലുമ എന്ന് പറഞ്ഞാൽ പഠിക്കുക, അദീദ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, മഹാറാത്ത് എന്ന് പറഞ്ഞാൽ കഴിവുകൾ. ഒരുപാട് കഴിവുകൾ പഠിക്കാനുള്ള അവസരം വിദ്യാഭ്യാസം മുഖേന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇലാ ജാനിബ് തഅല്ലുമുൽ മാരിഫി, ബുദ്ധിപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം, തഅല്ലുമുൽ മാരിഫി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ബുദ്ധിപരമായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വ്യത്യസ്ത കഴിവുകൾ പഠിക്കാനുള്ള അവസരവും വിദ്യാഭ്യാസം മുഖേന കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. മിഥില റസ്മി, വരയെപ്പോലെ. റസ്മി എന്ന് പറഞ്ഞാൽ വര. വത്തൽവീൻ, നിറം നൽകുക. വത്തഹല്ലി ബിൽ അഖ്ലാഖി വഗൈരിഹ, അപ്രകാരം തന്നെ നല്ല സ്വഭാവ ഗുണങ്ങളെ സ്വായത്തമാക്കുക. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ. നല്ല സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കുക. അതേപോലെ തന്നെ ചിത്രങ്ങൾക്ക് നിറം നൽകുക, വ്യത്യസ്ത രൂപങ്ങളെ വരച്ചെടുക്കുക പോലെയുള്ള വ്യത്യസ്ത കഴിവുകളെ പഠിച്ചെടുക്കാനുള്ള അവസരം കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുഖേന ലഭിക്കുന്നുണ്ട്. വയുഷാറു ഇലാ അന്ന മുജറദ ദുഖൂലിൽ മദ്രസ മിൻ ശഅനിഹി തഹ്ഫീസു റഗബത്തി ലദൈഹിം ഫിൽ ഹുസൂലി അലൽ മസീദ് മിനൽ മഅരിഫ. വയുഷാറു ഇലാ അന്ന, അപ്രകാരം തന്നെ ഇവിടെ പറയൽ അനിവാര്യമായ ഒരു കാര്യമാണ്. അന്ന മുജറദ ദുഖൂലിൽ മദ്രസ, കേവലം സ്കൂളിൽ പ്രവേശിക്കുന്നത് മൂലം. ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നർത്ഥം. മദ്രസ സ്കൂൾ. കേവലം സ്കൂളിൽ പ്രവേശിക്കുന്നത് മൂലം അഥവാ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് മൂലം തന്നെ മിൻ ശഅനിഹി തഹ്ഫീസു റഗബത്തി ലദൈഹിം, വിദ്യാർത്ഥികളിൽ അഥവാ കുട്ടികളിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്. തഹ്ഫീസ് എന്ന് പറഞ്ഞാൽ പ്രചോദനം, റഗബത്ത് എന്ന് പറഞ്ഞാൽ താല്പര്യം എന്നർത്ഥം. അപ്പോൾ കേവലം സ്കൂളിൽ പ്രവേശിക്കുന്നതോടുകൂടെ തന്നെ വിദ്യാർത്ഥികളിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്. എന്തിനുള്ള താല്പര്യമാണ്? ഫിൽ ഹുസൂൽ അലൽ മസീദ് മിനൽ മഅരിഫ, ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കുന്നതിനുള്ള. ഹുസൂൽ എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക, മഅരിഫ എന്ന് പറഞ്ഞാൽ അറിവ്. അപ്പോൾ കേവലം സ്കൂളിൽ ചേരുന്നതോട് കൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള അറിവുകൾ കരസ്ഥമാക്കാനുള്ള ഒരു താല്പര്യം സ്വമേധയാ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. കൂടാതെ അങ്ങനെ അവർ സ്വായത്തമാക്കുന്ന അറിവുകൾ മുഖേന നല്ല കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും കുറിച്ച് കൃത്യമായ അവബോധമുണ്ടാകാനും അതിന് കൃത്യമായൊരു പരിധി നിശ്ചയിക്കാനും അവർക്ക് സാധിക്കുന്നു. തഹദീദ് എന്ന് പറഞ്ഞാൽ പരിധി നിശ്ചയിക്കുക, അൽ ഉമൂറിൽ ചെയ്ത എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ, സയ്യിഅ എന്ന് പറഞ്ഞാൽ മോശമാണ്. നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും കൃത്യമായ പരിധി നിശ്ചയിക്കാനും അവർക്ക് അതിലൂടെ സാധിക്കുന്നു. കമാസ് യബ്ദഊന ബിത്തഹ്ലീലി വത്തഫ്കീർ ഫീ കുല്ലി മുഹിമ്മത്തിൻ തുത്ലബു മിൻഹും, അപ്രകാരം തന്നെ അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കാനും അതിനെ വിശകലനം ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. ബദഅ യബ്ദഅന, തുടങ്ങുക എന്നർത്ഥം. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക, തഫ്കീർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, മുഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെന്നർത്ഥം. ത്വലബ യത്ലബ എന്ന് പറഞ്ഞാൽ തേടുക, ആവശ്യപ്പെടുക. അപ്പോൾ അവരോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിലൂടെ അവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് ഇസ്മുകളും ഫിഅലുകളും ഹർഫുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇസ്മുകളെ ജസ്റ്റ് ഒന്ന് എടുത്തു പറയാം. ഒന്നാമത് തഖാഫത്തുൽ ഇജ്തിമാഇയ്യ, സാമൂഹിക സംസ്കാരം. മറ്റൊന്ന് മുജ്തമഅ, സമൂഹം. അതേപോലെ തന്നെ ഫർദും ജമഅ, അഫ്റാദ്, വ്യക്തികൾ. മുതഅല്ലിമീൻ, വിദ്യാർത്ഥികൾ. ദിറാസത്ത്, പഠനം. വീണ്ടും മുജ്തമഅ വന്നിട്ടുണ്ട്. അതേപോലെ തഹല്ലുർ, സംസ്കാരം. വസീലത്ത്, മാർഗം. ഇസ്ലാഹ്, സംസ്കരിക്കുക. ഷഖ്സും ജമഅ അഷ്ഖാസ്, വ്യക്തികൾ. മുതഅല്ലിമീൻ വീണ്ടും വന്നിട്ടുണ്ട്, വിദ്യാർത്ഥികൾ. അൽ ഖവായിദ് തഖലീദിയ്യ, പരമ്പരാഗത നിയമങ്ങൾ. ആദാത്ത്, ആചാരങ്ങൾ. മുജ്തമഅ വീണ്ടും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്റും ജമഅ ഉസൂർ, കാലങ്ങൾ. അൽ ഉസൂറുൽ ഖദീമ, പുരാതന കാലങ്ങൾ എന്നർത്ഥം. മറ്റൊന്ന് അത്താലീം, വിദ്യാഭ്യാസം. അതേപോലെ തന്നെ തിഫ്ലും ജമഅ അത്ഫാൽ, കുട്ടികൾ. ഫുർസത്ത്, അവസരം. മഹാറാത്ത്, കഴിവുകൾ. അത്തഅല്ലുമുൽ മഅരിഫി, ബുദ്ധിപരമായ പഠനം. റസ്മ്, വര. തൽവീന്, നിറം നൽകൽ. ഖുലുഖും ജമഅ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവ ഗുണങ്ങൾ. ദുഖൂൽ, പ്രവേശിക്കുക. മദ്രസത്ത്, സ്കൂൾ. റഗബത്ത്, താല്പര്യം. ഹുസൂൽ, കരസ്ഥമാക്കുക. മഅരിഫ, അറിവ്. അംറും ജമഅ ഉമൂർ, കാര്യങ്ങൾ. മുഹിമ്മത്ത്, കാര്യം. ഇത്രയും ഇസ്മുകളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവയെ ഇസ്മ എന്ന് എഴുതിയിട്ട് ഒരു കോളത്തിന് താഴെ കൃത്യമായി എഴുതുകയാണ് ഈ ഒരു എക്സസൈസിൽ നാം ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഫിഅലുകളാണ് പറയുന്നത്. ഒന്നാമത്തത് തഅ്തമിദ്, ആശ്രയിക്കുക എന്നർത്ഥം. രണ്ടാമത്തത് തസിലു, എത്തിച്ചേരുക. യുഷാറു, യുഷാറു എന്ന് പറഞ്ഞ സ്വമേധയാ പറഞ്ഞാൽ സൂചിപ്പിക്കുക എന്നർത്ഥം. അവിടെ യുഷാറു ഇലാ അന്ന എന്ന് പറഞ്ഞപ്പോഴാണ് അതൊരു പ്രയോഗമായി വന്നത്. അത് അവിടെ പറയൽ അനിവാര്യമാണ് എന്നർത്ഥം. യുഷാറു എന്ന് പറയുന്നത് സൂചിപ്പിക്കുക എന്നാണ് അതിൻ്റെ തനിച്ചുള്ള അർത്ഥം. യഖൂമൂന, നിർവഹിക്കുക. വസ്വല, എത്തിച്ചേരുക. വഫറ യുവഫിർ എന്ന് പറഞ്ഞാൽ നൽകുക എന്നർത്ഥം. അതേപോലെ യബ്ദഉ, തുടങ്ങുക. ഇത്രയും ഫീലുകളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്.
പിന്നീട് ഹർഫുകളെയാണ് നാം പരിശോധിക്കുന്നത്. ഒന്നാമതായി ഇന്ന, അതേപോലെ ലി, അല, ബി, വീണ്ടും ഇല വന്നിട്ടുണ്ട്, അതേപോലെ കമ, ഗൈരി, ഫി, ഇത്രയും ഹർഫുകളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നാം ഇസ്മുകളെയും ഫീലുകളെയും ഹർഫുകളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അവയെ താഴെ നൽകിയതുപോലെ കോളം വരച്ച് ഓരോന്നിലായി താഴോട്ട് രേഖപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ എക്സസൈസ് ശ്രദ്ധിക്കുക. ഇംലഇൽ ഫറാഗ ബിൽ അസ്മാഇൽ മുനാസിബ, താഴെ നൽകിയിട്ടുള്ള വിട്ട ഭാഗങ്ങൾ യോജിച്ച ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കുക. ഫറാഗ എന്ന് പറഞ്ഞാൽ വിട്ട ഭാഗം, മുനാസിബ എന്ന് പറഞ്ഞാൽ യോജിച്ച എന്നർത്ഥം. അപ്പോൾ താഴെ കുറച്ച് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്, അവയിലെ വിട്ട ഭാഗങ്ങൾ യോജിച്ച ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ഒരു ഉദാഹരണം രൂപത്തിൽ നൽകിയിട്ടുണ്ട്. കതബത് തിൽമീദു ദർസുഹു, കതബത് തിൽമീദു വിദ്യാർത്ഥി എഴുതി, കതബ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നർത്ഥം, തിൽമീദ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പോൾ വിദ്യാർത്ഥി എഴുതി, ദർസഹു അവൻ്റെ പാഠം, ദർസ് എന്ന് പറഞ്ഞാൽ പാഠം എന്നർത്ഥം. അപ്പോൾ വിദ്യാർത്ഥി അവൻ്റെ പാഠം എഴുതി. ഈ രൂപത്തിൽ ആശയങ്ങൾ കൃത്യമാകുന്ന തരത്തിൽ ബാക്കിയുള്ള സെൻറ്റൻസുകൾ യോജിച്ച ഇസ്മുകൾ വെച്ചുകൊണ്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സെൻറ്റൻസ് യഖ്തിഫു അലിയുൻ, അലി പറിക്കുന്നു, ഖത്തഫ യഖ്തിഫു എന്ന് പറഞ്ഞാൽ പറിക്കുക എന്നർത്ഥം. അപ്പോൾ അലി പറിക്കുന്നു ഡാഷ്. അപ്പോൾ അവിടെ പറിക്കുന്ന വസ്തു എന്താണെന്നാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറിക്കുന്നത് പൂക്കളോ അല്ലെങ്കിൽ പഴങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അലി പൂക്കൾ പറിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നാം സെൻറ്റൻസിനെ പൂർത്തിയാക്കുന്നത്. അപ്പോൾ പൂക്കൾ എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പറയാം അസ്ഹാർ എന്നാണ്. സഹറും ജമ അസ്ഹാർ, പൂക്കൾ. അപ്പോൾ യഖ്തിഫു അലിയുൻ അൽ അസ്ഹാർ, അലി പൂക്കൾ പറിക്കുന്നു. അപ്പോൾ സഹർ എന്നുള്ളത് ഒരു ഇസ്മാണ്, നാമമാണ്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് സാഫറ ഡാഷ് ഇലാ ദൽഹി, സാഫറ യാത്ര പോയി, ഇലാ ദൽഹി ഡൽഹിയിലേക്ക്. ഇപ്പോൾ ഡൽഹിയിലേക്ക് ആരോ യാത്ര പോയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒരു ആളെ പേര് വെച്ച് കൊടുത്താൽ മതി. സാഫറ മുഹമ്മദുൻ ഇലാ ദൽഹി, മുഹമ്മദ് ഡൽഹിയിലേക്ക് യാത്ര പോയി. മുഹമ്മദ് എന്നത് ഒരു ഇസ്മാണ്, അവിടെ യോജിച്ച ഒരു ഇസ്മാണ്. ഇനി നാലാമത്തെ സെൻറ്റൻസ് ഡാഷ് തജ്രി ലി മുസ്തഖരി ലഹ, ഇത് ഖുർആനിലെ ഒരു ആയത്തിൻ്റെ ഭാഗമാണ്. യാസീനിൽ നാം സാധാരണ ഓതുന്ന വശംസ് തജ്രി ലി മുസ്തഖരി ലഹ എന്ന് നാം സാധാരണ പാരായണം ചെയ്യാറുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ അഷംസു തജ്രി ലി മുസ്തഖരി ലഹ എന്ന് ചേർത്താൽ മതി. മുസ്തഖർ എന്ന് പറഞ്ഞാൽ സ്ഥിര കേന്ദ്രം എന്നാണ് അർത്ഥം. ജറാജിരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. അപ്പോൾ സൂര്യൻ അതിൻ്റെ സ്ഥിര കേന്ദ്രത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അഞ്ചാമത്തെ സെൻറ്റൻസ് യസ്തമിദ്ദു ഡാഷ് ലൗ അഹു മിൻ ഡാഷ്, യസ്തമിദ്ദു എന്ന് പറഞ്ഞാൽ നേടുക എന്നർത്ഥം. ഇസ്തമദ്ദ യസ്തമിദ്ദു, ലൗ എന്ന് പറഞ്ഞാൽ പ്രകാശം. അപ്പോൾ യസ്തമിദ്ദു ഡാഷ് എന്തോ ഒരു വസ്തു നേടുന്നു, ലൗ അഹു അതിൻ്റെ പ്രകാശം, മിൻ ഡാഷ് എന്തോ ഒരു വസ്തുവിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം ചന്ദ്രൻ അതിൻ്റെ പ്രകാശം അത് സ്വയം ഉണ്ടാക്കുന്നതല്ല, അത് സൂര്യനിൽ നിന്ന് നേടുന്ന ഒരു പ്രകാശമാണ്. സൂര്യൻ അതിൻ്റെ പിന്നിൽ വരുമ്പോഴാണ് ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നത് എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റിലെ വിട്ട ഭാഗത്ത് യസ്തമിദ്ദു അൽ ഖമറു എന്ന് നൽകാം. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ നേടുന്നു ലൗ അഹു അതിൻ്റെ പ്രകാശം, മിനശംസി സൂര്യനിൽ നിന്ന്. അപ്പോൾ ചന്ദ്രൻ അതിൻ്റെ പ്രകാശം നേടുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പോൾ ഫസ്റ്റിലെ വിട്ട ഭാഗത്ത് ഖമർ എന്നും രണ്ടാമത്തെ വിട്ട ഭാഗത്ത് ഷംസ് എന്നും ചേർക്കുക. ഇവിടെ നാം വിട്ട ഭാഗത്തൊക്കെ ചേർത്തത് ഇസ്മുകളാണ്. ഈ രൂപത്തിലാണ് യോജിച്ച ഇസ്മുകൾ വെച്ചുകൊണ്ട് ജുംല പൂർത്തിയാക്കാൻ പറഞ്ഞാൽ നാം ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ എക്സസൈസ് ഇംലഇൽ ഫറാഗ ബിൽ അഫ്ആലിൽ മുനാസിബ, താഴെ നൽകിയിട്ടുള്ള സെൻറ്റൻസുകളിലെ വിട്ട ഭാഗങ്ങൾ യോജിച്ച ഫിഅലുകൾ വെച്ചുകൊണ്ട് പൂർത്തിയാക്കുക. ഇതിലൊന്നാമത്തെ സെൻറ്റൻസ് യഈഷു സമക്കു ഫിൽ മാഇ, മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. ആഷ യഈഷു എന്ന് പറഞ്ഞാൽ ജീവിക്കുക, സമക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യം, മീൻ, മാ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. ഇതേ രൂപത്തിൽ ബാക്കി സെൻറ്റൻസുകൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഡാഷ് റാഷിദുൻ അൽ ഹിസ്വാന, റാഷിദ് എന്നത് ഒരാളുടെ പേരാണ്, ഹിസ്വാൻ എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ റാഷിദ് കുതിരയുടെ മുകളിൽ കയറി എന്നാണ് ഇവിടെ നമുക്ക് സെൻറ്റൻസ് പൂർത്തിയായി വരേണ്ടത്. അപ്പോൾ കുതിരയുടെ മുകളിൽ കയറുക അല്ലെങ്കിൽ വാഹനം കയറുക എന്നുള്ളത് നാം അറബിയിൽ റക്കിബ എന്നാണ് പറയുക. അപ്പോൾ റക്കിബ റാഷിദുൻ അൽ ഹിസ്വാന എന്നാണ് നാം ഈ ഒരു സെൻറ്റൻസിനെ പൂർണ്ണമാക്കി എഴുതേണ്ടത്. റാഷിദ് കുതിരയുടെ മുകളിൽ വാഹനം കയറി. മൂന്നാമത്തെ സെൻറ്റൻസ് മൻ ഡാഷ് അൽ ഖൈറ യഹ്മദുഹുന്നാസ്, മൻ ഒരുത്തൻ, ഡാഷ് അൽ ഖൈറ, ഖൈറ എന്ന് പറഞ്ഞാൽ നന്മ. അപ്പോൾ ആരെങ്കിലും നന്മ ചെയ്താൽ എന്നായിരിക്കും അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. യഹ്മദുഹുന്നാസു ജനങ്ങൾ അവനെ സ്തുതിക്കും, പുകഴ്ത്തും. ഹമിദ യഹ്മദ് എന്നാൽ പുകഴ്ത്തുക എന്നർത്ഥം, നാസ് എന്നുള്ള ജനങ്ങൾ. അപ്പോൾ അവിടെ വിട്ട ഭാഗത്ത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലുള്ള ഫിയലാണ് നാം വെച്ചു കൊടുക്കേണ്ടത്. ഫഅല എന്നുള്ളതാണ് നാം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ അറബിയിൽ ഉപയോഗിക്കുക. അതിൻ്റെ മുളാരി രൂപം യഫ് അലു, മൈ യഫ് അലുൽ ഖൈറ യഹ്മദുഹുന്നാസ്, ആരെങ്കിലും നന്മ പ്രവർത്തിച്ചാൽ ജനങ്ങൾ അവനെ പുകഴ്ത്തും. ഇനി നാലാമത്തെ സെൻറ്റൻസ് ഡാഷ് അൽ അസ്ഇലത്തുൽ ആത്തിയ, ഇത് നാം സാധാരണ അറബി ബുക്കുകളിലൊക്കെ കാണുന്നതാണ്, ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ എക്സസൈസിൻ്റെ ഭാഗത്ത്. അജിബ് അൽ അസ്ഇലത്തുൽ ആത്തിയ എന്ന് നാം സാധാരണ കാണാറുണ്ട്. അവിടെ അജിബ് എന്നാണ് വിട്ട ഭാഗത്ത് നാം പൂർത്തിയാക്കുന്നത്. അജിബ് എന്ന് പറഞ്ഞാൽ ഉത്തരം എഴുതുക എന്നർത്ഥം. അസ്ഇലത്ത് എന്ന്
എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ. വാജിബാൻ അസ്ലത്തിലാത്തി താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കുക, ഉത്തരം എഴുതുക എന്നർത്ഥം. ഇനി അവസാനത്തെ സെനൻസ് കം ത്വാലിബൻ ഡാഷ് ഫിസ് സാദിസ്. കം ത്വാലിബൻ എത്ര വിദ്യാർത്ഥികളാണ്. ത്വാലിബ് എന്ന് പറയുന്ന വിദ്യാർത്ഥി. ഡാഷ് ഫിസ് സാദിസ് 6ാം ക്ലാസ്. ഈ ഒരു സെനൻസിനെ നമുക്ക് മലയാള ആശയത്തിൽ എത്ര വിദ്യാർത്ഥികളാണ് 6ാം ക്ലാസ്സിൽ ഹാജരായിട്ടുള്ളത്, പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ ഹാജരാവുക എന്നുള്ളതിനുള്ള ഫീലാണ് വെച്ചു കൊടുക്കേണ്ടത്. ഹാജരാകുന്നതിന് ഹലറ എന്നാണ് നമ്മൾ അറബിയിൽ പറയുക. അപ്പോൾ കം ത്വാലിബൻ ഹലറ ഫിസ് സാദിസ് എത്ര വിദ്യാർത്ഥികളാണ് 6ാം ക്ലാസ്സിൽ ഹാജരായിട്ടുള്ളത്. ഈ രൂപത്തിലാണ് യോജിച്ച ഫീലുകൾ വെച്ചുകൊണ്ട് നാം ജുംലകളെ പൂർത്തിയാക്കേണ്ടത്. ഇനി 4ാമത്തെ എക്സസൈസ് ഇംറയിൽ ഫറാഗ ബിൽ ഹുറൂഫിൽ മുനാസിബ. താഴെ നൽകിയിട്ടുള്ള വിട്ട ഭാഗങ്ങൾ യോജിച്ച ഹർഫുകൾ വെച്ചുകൊണ്ട് പൂർത്തിയാക്കുക. അതിൽ 1ാമത്തെ സെനൻസ് തർത്തഫിഉ ത്വാഇറ ഇലസ്സമാ. തർത്തഫിഉ ത്വാഇറ വിമാനം ഉയരുന്നു. ഇർത്തഫ എന്ന് പറഞ്ഞാൽ ഉയരുക എന്നർത്ഥം. ത്വാഇറത്ത് എന്ന് പറഞ്ഞാൽ വിമാനം. വിമാനം ഉയരുന്നു ഇലസ്സമായി ആകാശത്തിലേക്ക്. അപ്പോൾ ആകാശത്തിലേക്ക് വിമാനം ഉയരുന്നു. ഈ രൂപത്തിൽ ബാക്കിയുള്ള സെനൻസുകളെ യോജിച്ച് ഹർഫ് വെച്ചുകൊണ്ട് നാം പൂർത്തിയാക്കണം. 2ാമത്തെ സെനൻസ് യസ്ബഹുൽ വലതു ഡാഷ് അന്നഹരി. യസ്ബഹുൽ വലതു കുട്ടി നീന്തുന്നു. സബഹ യസ്ബഹ എന്ന് പറഞ്ഞാൽ നീന്തുക, വലത് എന്നാൽ കുട്ടി. അപ്പോൾ കുട്ടി നീന്തുന്നു ഡാഷ് അന്നഹരി. നെഹർ എന്ന് പറഞ്ഞാൽ പുഴ. അപ്പോൾ കുട്ടി പുഴയിൽ നീന്തുന്നു എന്ന അർത്ഥമാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഹർഫാണ് ഫി. യസ്ബഹുൽ വലതു ഫിൻ നഹരി എന്നാണ് ഈ ഒരു സെനൻസിന്റെ പൂർണ്ണരൂപം. കുട്ടി പുഴയിൽ നീന്തുന്നു. ഇനി 3ാമത്തെ സെനൻസ് അൽ കിതാബ് ഡാഷ് അത്വാവില. അൽ കിതാബ് പുസ്തകം ഡാഷ് അത്വാവില. ത്വാവിലത്ത് എന്ന് പറഞ്ഞാൽ ടേബിൾ. അപ്പോൾ പുസ്തകം ടേബിളിന് മുകളിലാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു സെനൻസ് വരേണ്ടത്. അപ്പോൾ മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഹർഫാണ് അല. അപ്പോൾ അൽ കിതാബ് അല ത്വാവിലത്തി എന്നാണ് ഈ ഒരു സെനൻസിന്റെ പൂർണ്ണരൂപം. പുസ്തകം ടേബിളിന് മേലെയാണ്. 4ാമത്തെ സെനൻസ് അൽ ഉസ്ഫൂർ ഡാഷ് അൽ ഖഫസി. ഈ ഒരു സെനൻസ് നാം പാഠത്തിന്റെ തുടക്കത്തിൽ പഠിച്ച സെനൻസാണ്. കുരുവി കൂട്ടിലാണ് എന്നർത്ഥം. ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവി എന്നർത്ഥം. ഖഫസ് എന്ന് പറഞ്ഞാൽ കൂട്. ഇൽ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഹർഫാണ് ഇവിടെ വെച്ചുകൊടുക്കേണ്ടത്. അൽ ഉസ്ഫൂർ ഫിൽ ഖഫസി എന്നാണ് എഴുതേണ്ടത്. കുരുവി കൂട്ടിലാണ്. ഈ അവസാനത്തെ സെനൻസ് ബൈത്തി ഖരീബുൻ ഡാഷ് മദ്രസത്തി. ബൈത്തി ഖരീബുൻ എൻ്റെ വീട് അടുത്താണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട്, ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എന്നർത്ഥം. ഖരീബുൻ എന്ന് പറഞ്ഞാൽ അടുത്ത്. അപ്പോൾ എൻ്റെ വീട് അടുത്താണ് ഡാഷ് മദ്രസത്തി. മദ്രസത്തി എന്ന് പറഞ്ഞാൽ സ്കൂൾ, മദ്രസത്തി എൻ്റെ സ്കൂൾ. അപ്പോൾ എൻ്റെ വീട് എൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് എന്നാണ് ഇവിടെ ആശയം വരേണ്ടത്. അപ്പോൾ ഈ ഖരീബ് എന്നുള്ളതോട് നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് മിൻ. അപ്പോൾ ബൈത്തി ഖരീബും മിൻ മദ്രസത്തി എന്നതാണ് ഈ ഒരു സെനൻസിൻ്റെ പൂർണ്ണരൂപം. എൻ്റെ വീട് എൻ്റെ സ്കൂളിനോട് വളരെ അടുത്താണ്. ഈ രൂപത്തിലാണ് യോജിച്ച ഹർഫുകൾ വെച്ചുകൊണ്ട് നാം ജുംലകളെ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ ഇത്രയും എക്സസൈസുകളാണ് അൽ കലിമത്തു അൻവാഅഹ എന്ന സബ് ഹെഡിങ്ങിന് കീഴിൽ നൽകിയിട്ടുള്ളത്. ഇനി നാം 2ാമത്തെ സബ് ഹെഡിങ്ങിലേക്ക് കടക്കുകയാണ്. അൽ ജുംലത്തുൽ മുഫീദ. തഅമ്മൽ ഫി തറാക്കീബിൽ വാരിദ ഫി കുല്ലി മിനൽ ജദ്വലൈൻ ലാത്തിയൈൻ. താഴെ നൽകിയിട്ടുള്ള 2 കോളങ്ങളിൽ വന്നിട്ടുള്ള ഘടനകൾ ശ്രദ്ധിക്കുക, അത് നോക്കുക. തഅമ്മല എന്ന് പറഞ്ഞാൽ നോക്കുക എന്നർത്ഥം. തറാക്കീബ് എന്ന് പറഞ്ഞാൽ ഘടനകൾ. തർക്കീബിൻ്റെ ജംആണ് തറാക്കീബ്, ഘടനകൾ എന്നർത്ഥം. വാരിദ എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ള എന്നർത്ഥം. ജദ്വല എന്ന് പറഞ്ഞാൽ കോളം. അപ്പോൾ താഴെ 2 കോളങ്ങളിൽ നൽകിയിട്ടുള്ള ഘടനകൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ 1ാമത്തെ കോളത്തിൽ നൽകിയിട്ടുള്ള ഘടനകൾ ശ്രദ്ധിക്കുക. അദ്ദറജത്തുൽ ഊല ഫസ്റ്റ് റാങ്ക്. ഹറമുൽ ജാമിഅ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ജിസ്മുൽ മരീദ് രോഗിയുടെ ശരീരം. ഫി ഉത്ലത്തി സ്വൈഫി വേനലവധിയിൽ. അതിന് നേരെ 2ാമത്തെ കോളത്തിൽ നൽകിയിട്ടുള്ള സെന്റൻസുകൾ ശ്രദ്ധിക്കുക. ഹസ്വല നജീബുൻ അദ്ദറജത്തുൽ ഊല ഫിൽ ഇംതിഹാനി സനവി. ഹസ്വല നജീബുൻ, നജീബ് കരസ്ഥമാക്കി. ഹസ്വല എന്ന് പറഞ്ഞാൽ കരസ്ഥമാക്കുക. നജീബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. അപ്പോൾ നജീബ് കരസ്ഥമാക്കി അദ്ദറജത്തുൽ ഊല ഫസ്റ്റ് റാങ്ക് ഫിൽ ഇംതിഹാനി സനവി വാർഷിക പരീക്ഷയിൽ. അൽ ഇംതിഹാനു സനവി എന്ന് പറഞ്ഞാൽ വാർഷിക പരീക്ഷ. അപ്പോൾ വാർഷിക പരീക്ഷയിൽ നജീബ് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി. 2ാമത്തത് ഹറമുൽ ജാമിഅ വാസിഉൻ. ഹറമുൽ ജാമിഅ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഹറം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ്, ജാമിഅത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വാസിഉൻ വളരെ വിശാലമാണ്. വാസിഉൻ എന്ന് പറഞ്ഞാൽ വിശാലമാണ് എന്നർത്ഥം. 3ാമത്തെ സെനൻസ് ലഉഫ ജിസ്മുൽ മരീദ്. ലഉഫ ബലഹീനമായി. ജിസ്മുൽ മരീദ് രോഗിയുടെ ശരീരം. ജിസ്മ എന്ന് പറഞ്ഞാൽ ശരീരം, മരീദ് എന്ന് പറഞ്ഞാൽ രോഗി. അപ്പോൾ രോഗിയുടെ ശരീരം ബലഹീനമായി, ദുർബലമായി എന്നർത്ഥം. 4ാമത്തെ സെനൻസ് ഉസാഫിറു ഇല ഷാരിഖ ഫി ഉത്ലത്തി സ്വൈഫ്. ഉസാഫിറു ഇല ഷാരിഖ ഞാൻ ഷാർജയിലേക്ക് പോകും. സാഫറ യുസാഫിറു എന്ന് പറഞ്ഞാൽ യാത്ര പോവുക എന്നർത്ഥം. ഞാൻ യാത്ര പോകും ഇല ഷാരിഖ ഷാർജയിലേക്ക്. ഷാരിഖ എന്ന് പറഞ്ഞാൽ ഷാർജ എന്നർത്ഥം. ഞാൻ ഷാർജയിലേക്ക് യാത്ര പോകും ഫി ഉത്ലത്തി സ്വൈഫി വേനലവധിക്ക്. ഉത്ലത്തി സ്വൈഫ് എന്ന് പറഞ്ഞാൽ വേനലവധി. ഇപ്പോൾ വേനലവധിയുടെ സമയത്ത് ഞാൻ ഷാർജയിലേക്ക് യാത്ര പോകും. ഈ ഘടനകളാണ് 2 കോളങ്ങളിലായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ താഴെ നൽകുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഫിൽ ജദ്വലിൽ അവ്വലി 1ാമത്തെ കോളത്തിൽ നജിദു തർക്കീബ ബഅദിൽ കലിമാത്ത്. നാം ചില പദങ്ങളുടെ ഘടനകൾ കാണുന്നു. വജദേജിദു എന്നുള്ള കാണുക എന്നർത്ഥം.
തർക്കീബന ഘടന. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ നാം കുറച്ച് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയ കുറച്ച് ഘടനകൾ ശ്രദ്ധിച്ചു. ഇത് ഏതൊക്കെയാണ്? അദ്ദറജത്തുൽ ഊല, ദറജത്ത് അതുപോലെ തന്നെ ഊല എന്നീ 2 പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ഘടന ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഹറമുൽ ജാമിയ, ഹറമ് ജാമിയ എന്നീ 2 പദങ്ങൾ ചേർന്നാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ജിസ്മുൽ മരിയത് എന്നീ പദങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ ഒരു ഘടന ഉണ്ടായിട്ടുള്ളത്. ഈ ഘടനകളുടെയൊക്കെ പ്രത്യേകത എന്നുള്ളത് വഹാദിഹി തറാക്കീബു ലാ തുഫീദു മഅനൻ താമൻ, ഈ ഘടനകളൊന്നും ശരിയായ പൂർണ്ണമായ ഒരു അർത്ഥം നൽകുന്നില്ല എന്നുള്ളതാണ്. മഅനൻ താമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം. ഈ ഫസ്റ്റ് കോളത്തിൽ നൽകിയിട്ടുള്ള ഘടനകൾ, സെന്റൻസുകളൊന്നും പൂർണ്ണമായ അർത്ഥം നൽകുന്നില്ല. നമുക്കറിയാം ദറജത്തുൽ ഊല, ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെന്റൻസായി അത് വരുന്നില്ല. കേവലം ഫസ്റ്റ് റാങ്ക് കൊണ്ട് എന്തുണ്ടായി എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹറമുൽ ജാമിയ, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, അപ്പോൾ ആ ഒരു സെന്റൻസ് ഒന്നും അവിടെ പൂർണ്ണമല്ല. അത് കേവലം ഒരു പദത്തിന്റെ സ്ഥാനത്ത് മാത്രമേ അത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ജിസ്മുൽ മരിയത്, രോഗിയുടെ ശരീരം എന്തായി എന്ന ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഉൽ സൈഫി, വേനലവധിയിൽ. അപ്പോൾ ഈ പറയപ്പെട്ട സെന്റൻസുകളൊന്നും അവിടെ പൂർണ്ണമല്ല, അതിന്റെ അർത്ഥം പൂർണ്ണമല്ല. അപ്പോൾ അമ്മാഫിൽ ജദ്വൽ സാനി ഫനറാ ഫീഹി തറാക്കീബുൽ കലിമാത്തി കമായലി, എന്നാൽ രണ്ടാമത്തെ കോളത്തിൽ നാം താഴെ പറയുന്ന രൂപത്തിൽ അതിന്റെ സെന്റൻസുകൾ കാണുന്നു. അതെങ്ങനെയാണ്? ഹസ്വല നജീബുൻ അദ്ദറജത്തുൽ ഊല ഫിൽ ഇംതിഹാനി സനവി, നജീബ് അവന്റെ വാർഷിക പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി. ഇവിടെ നേരത്തെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായൊരു അർത്ഥമില്ലായിരുന്നു, പൂർണ്ണമായ അർത്ഥമില്ലായിരുന്നു. പക്ഷെ നജീബ് അവന്റെ വാർഷിക പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി എന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ സെന്റൻസ് പൂർണ്ണാർത്ഥത്തിൽ ഒരു ജുംലയായി മാറി, അതിന് കൃത്യമായ ഒരു അർത്ഥം വന്നു. അവിടെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഉണ്ടാവാനില്ല. അതേപോലെ രണ്ടാമത്തെ സെന്റൻസ് ഹറമുൽ ജാമിയ വാസ്തു, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വളരെ വിശാലമാണ്. അപ്പോൾ അതും ഒരു ജുംല അഥവാ സെന്റൻസ് രൂപത്തിലേക്ക്, പൂർണ്ണമായ അർത്ഥം വരുന്ന ഒരു സെന്റൻസ് രൂപത്തിലേക്ക് മാറി. കേവലം ഹറമുൽ ജാമിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഹറമുൽ ജാമിയ വാസ്തുൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വളരെ വിശാലമാണെന്ന് അർത്ഥം. അതേപോലെ ലൗഫ ജിസ്മുൽ മരിയത്, രോഗിയുടെ ശരീരം ദുർബലമായി എന്ന് പറയുമ്പോൾ ആ ഒരു സെന്റൻസിനോട് പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ട്. കേവലം ജിസ്മുൽ മരിയത്, രോഗിയുടെ ശരീരം എന്ന് പറയുമ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. നാലാമത്തത് ഉസാഫിറു ഇല ഷാരിഖ ഫി ഉത്ലത്തി സ്വൈഫ്, ഞാൻ വേനലവധിക്ക് ഷാർജയിലേക്ക് പോകും. ഇവിടെയും ആ ഒരു സെന്റൻസിന്റെ അർത്ഥം വളരെ പൂർണ്ണമാണ്, വ്യക്തമാണ്. കേവലം ഫി ഉത്ലത്തി സ്വൈഫി, വേനലവധിയിൽ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായ അർത്ഥം, കേൾവിക്കാരന് കൃത്യമായൊരു ആശയം അവിടെ ലഭിക്കുന്നില്ല. വേനലവധിക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഉസാഫിറു ഇല ഷാരിഖ ഫി ഉത്ലത്തി സ്വൈഫ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ രണ്ടാമത്തെ കോളത്തിൽ പറഞ്ഞിട്ടുള്ള സെന്റൻസുകളൊക്കെ വഹാദിഹി തറാക്കീബ് നജിദുഹാ തുഫീദ് മഅനൻ താമ, അവയൊക്കെ പൂർണ്ണമായ ഒരു അർത്ഥം നൽകുന്നുണ്ട്. ഫമിസ്ലു ഹാദിഹി തറാക്കീബ് തുസമ്മ ജുംലത്തൻ മുഫീദ, ഇങ്ങനെ പൂർണ്ണമായ രീതിയിൽ കേൾവിക്കാരന് സംശയമില്ലാത്ത തരത്തിൽ ആശയങ്ങൾ നൽകുന്ന, അർത്ഥം നൽകുന്ന സെന്റൻസുകളെയാണ് നാം ജുംലത്തുൽ മുഫീദ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ, കൃത്യമായ ഡെഫിനിഷൻ താഴെ പറയുന്നുണ്ട്. അൽ ജുംലത്തുൽ മുഫീദ ഹിയ തർക്കീബുൽ കലിമാത്ത്, ജുംലത്തുൽ മുഫീദ എന്ന് പറയുന്നത് പദങ്ങളുടെ ഒരു ഘടനയാണ്. തർക്കീബ് എന്ന് പറയുന്നത് ഘടന, ഗലിമാത്ത് എന്ന് പറയുന്നത് പദങ്ങൾ. ജുംലത്തുൽ മുഫീദ എന്ന് പറയുന്നത് പദങ്ങളുടെ ഒരു ഘടനയാണ്. അല്ലാതെ എങ്ങനെയുള്ള ഘടനയാണ്? യുഫീദ് മഅനൻ താമൻ, അത് പൂർണ്ണമായ ഒരു അർത്ഥം നൽകും. മഅനൻ താമൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം, യുഫീദ് എന്ന് പറഞ്ഞാൽ നൽകുക എന്നർത്ഥം. പൂർണ്ണമായ അർത്ഥം നൽകുന്ന ഒരു പദങ്ങളുടെ ഘടനയാണ് ജുംലത്തുൽ മുഫീദ. യഹ്സുനു സുക്കൂതു അലൈഹി, അങ്ങനെ പൂർണ്ണമായ അർത്ഥം നൽകുന്നത് കൊണ്ട് തന്നെ ഇത് കേൾവിക്കാരന് സംശയങ്ങളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജുംല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിശബ്ദമാകാം, അഥവാ അതിൻ്റെ അർത്ഥമൊക്കെ പൂർണ്ണമായിരിക്കും എന്നർത്ഥം. സുക്കൂത്ത് എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുക, നിശബ്ദമാവുക എന്നർത്ഥം. ആ ഒരു ജുംല പറയുന്നതിലൂടെ തന്നെ നമുക്ക് നിശബ്ദമായിട്ടിരിക്കാൻ സാധിക്കും. ഇതിന് കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകേണ്ട ആവശ്യമുണ്ടാവില്ല എന്നർത്ഥം. അപ്പം അത്തരത്തിൽ കൃത്യമായ പൂർണ്ണമായ അർത്ഥം നൽകുന്ന പദങ്ങളുടെ ഘടനക്കാണ് ജുംലത്തുൽ മുഫീദ എന്ന് നാം പറയുന്നത്. ഇനി ജുംലത്തുൽ മുഫീദയുമായി ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ഇവിടെ നൽകുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ല അലാമത്ത് സ്വാബി ബിജാനിബിൽ ജുംലത്തുൽ മുഫീദ വ അലാമത്തുൽ ഖതഇ ബിജാനിബി ഗൈരിഹ. ല അലാമത്ത് സ്വാബി ബിജാനിബിൽ ജുംലത്തുൽ മുഫീദ, ജുംലത്തുൽ മുഫീദക്ക് നേരെ ശരിയടയാളം ഇടുക. അലാമത്ത് സ്വാബ് എന്ന് പറഞ്ഞാൽ ശരിയടയാളം. അപ്പോൾ താഴെ നൽകിയിട്ടുള്ളവർ ജുംലത്തുൽ മുഫീദ ഏതാണോ അതിന് നേരെ ശരിയടയാളം ഇടുക. അതേപോലെ വ അലാമത്തുൽ ഖതഇ ബിജാനിബി ഗൈരിഹ, ജുംലത്തുൽ മുഫീദ അല്ലാത്തതിന് നേരെ തെറ്റിന്റെ അടയാളവും ഇടുക. താഴെ നൽകിയിട്ടുള്ള സെന്റൻസുകളിൽ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന സെന്റൻസുകൾ ഏതാണോ എന്ന് നോക്കിയിട്ട് അവ ജുംലത്തുൽ മുഫീദ ആയിരിക്കും, അതിന് നേരെ ശരിയടയാളം ഇടുക. ബാക്കിയുള്ളവർക്കൊക്കെ നേരെ തെറ്റിന്റെ അടയാളം ഇടുക. ഓരോ സെന്റൻസുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് ഫിൽ അസലി, തേനിൽ. അസല എന്ന് പറഞ്ഞാൽ തേൻ എന്നർത്ഥം, തേനിൽ. അപ്പോൾ ആ ഒരു സെന്റൻസ് നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം അത് പൂർണ്ണമല്ല. തേനിൽ എന്ത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെന്റൻസ് അവിടെ പൂർണ്ണമല്ല, അതുകൊണ്ട് അത് തെറ്റായ
ഒരു സെൻറ്റൻസാണ്, ജുംലത്തുൽ മുഫീദ അല്ല. അപ്പോൾ അതിന് നേരെ തെറ്റിടുക. രണ്ടാമത്തത് അഷ്ഊറു ബിൽ അലം, എനിക്ക് വേദന അനുഭവപ്പെടുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആ ഒരു സെൻറ്റൻസ് അവിടെ പൂർണ്ണമാണ്, പൂർണ്ണമായൊരർത്ഥം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷാറ ഷോറു എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക എന്നർത്ഥം, അലമ എന്ന് പറഞ്ഞാൽ വേദന. അപ്പോൾ എനിക്ക് വേദന അനുഭവപ്പെടുന്നു, അപ്പോൾ അതൊരു ജുംലത്തുൽ മുഫീദയാണ്, അതിന് പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തത് അൽ മസ്ജിദ് ബഈദുൻ, പള്ളി വളരെ വിദൂരത്താണ്. അതിലും ഒരു പൂർണ്ണമായ അർത്ഥം നമുക്ക് ലഭിക്കുന്നുണ്ട്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി, ബഈദുൻ എന്ന് പറഞ്ഞാൽ വിദൂരത്ത് എന്നർത്ഥം, പള്ളി വളരെ വിദൂരത്താണ്. പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ജുംലത്തുൽ മുഫീദയാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളം ഇടുക. നാലാമത്തത് ത്വലബുൽ വലദി, കുട്ടിയുടെ അപേക്ഷ. ത്വലബ് എന്നുള്ള അപേക്ഷ, വലത് എന്നുള്ള കുട്ടി, അപ്പോൾ കുട്ടിയുടെ അപേക്ഷ. അപ്പോൾ കുട്ടിയുടെ അപേക്ഷയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് അവിടെ പൂർണ്ണമല്ല. അവിടെ കുട്ടിയുടെ അപേക്ഷ നിരസിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണമായ സെൻറ്റൻസായി മാറുമായിരുന്നു. പക്ഷേ അവിടെ കുട്ടിയുടെ അപേക്ഷ, അതിനെന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ജുംലത്തുൽ മുഫീദ അല്ല, അതിന് നേരെ തെറ്റടയാളം ഇടുക. ഇനി അടുത്ത സെൻറ്റൻസ് അഷംസു മുളിയത്തുൻ, സൂര്യൻ പ്രകാശിക്കുന്നതാണ്. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, മുളിയത്ത് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നതാണ്. ആ ഒരു സെൻറ്റൻസ് പറയുന്നതോട് കൂടെ തന്നെ നമുക്കറിയാം അതൊരു പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന സെൻറ്റൻസാണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു ജുംലത്തുൽ മുഫീദയാണ്, അതിന് നേരെ ശരിയാടയാളം ഇടുക. ഇനി അടുത്ത സെൻറ്റൻസ് തഅലീമുൽ മാളി, കഴിഞ്ഞ പഠനം. അതൊരു പൂർണ്ണമായ അർത്ഥം നൽകുന്ന സെൻറ്റൻസ് അല്ല. കഴിഞ്ഞ പഠനത്തിന് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേരെ തെറ്റിടുക. അടുത്ത സെൻറ്റൻസ് ഹാദാ അഖി, ഇതെൻ്റെ സഹോദരനാണ്. അത് പറയുന്നതിലൂടെ തന്നെ നമുക്ക് ആ ഒരു സെൻറ്റൻസ് പൂർണ്ണമായൊരർത്ഥം ലഭിച്ചു. ഹാദാ അഖി, ഇതെൻ്റെ സഹോദരനാണ്. അവിടെ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ജുംലത്തുൽ മുഫീദയാണ്, അതിന് നേരെ ശരിയടയാളം ഇടുക. അടുത്തത് കം കിതാബൻ, എത്ര പുസ്തകങ്ങളുണ്ട്. കം എന്ന് പറഞ്ഞാൽ എത്ര എന്നർത്ഥം, കിതാബ് എന്നുള്ള പുസ്തകം. അപ്പോൾ എത്ര പുസ്തകങ്ങൾ എവിടെയുള്ളതാണ് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എവിടുത്തെ പുസ്തകങ്ങളാണ് ചോദിക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ജുംലത്തുൽ മുഫീദ അല്ല, കൃത്യമായ ഒരു ആശയം നമുക്കവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നേരെ തെറ്റിടുക. അടുത്ത സെൻറ്റൻസ് യസ്തഫീദുൽ ആഖിലു, ബുദ്ധിമാൻ ഉപകാരമെടുക്കുന്നു. ഇസ്തഫീദ് എന്നാൽ ഉപകാരമെടുക്കുക എന്നർത്ഥം. ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, ബുദ്ധിമാൻ ഉപകാരമെടുക്കുന്നു. എവിടെ നിന്ന് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു സെൻറ്റൻസിനോടെ പൂർണ്ണമല്ല, അതൊരു ജുംലത്തുൽ മുഫീദയല്ല. അപ്പോൾ അതിന് നേരെ തെറ്റടയാളം ഇടുക. അവസാനത്തത് ഫഹിംതു, ഞാൻ മനസ്സിലാക്കി. ഫഹിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്നർത്ഥം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എന്ത് മനസ്സിലാക്കി എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻറ്റൻസിനോടെ പൂർണ്ണമല്ല, പൂർണ്ണമായ ഒരു ആശയം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നേരെയും തെറ്റടയാളം ഇടുക. ഈ രൂപത്തിൽ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ജുംലത്തുൽ മുഫീദയെ നാം തിരഞ്ഞെടുക്കാൻ. ഇനി യൂണിറ്റിലെ അവസാനത്തെ സബ് ഹെഡിങ് ആണ് അഖ്സാമുൽ ജുംലത്തുൽ മുഫീദ, ജുംലത്തുൽ മുഫീദയുടെ ഇനങ്ങൾ. ഖിസ്മുൻ ജമ അഖ്സാം എന്ന് പറഞ്ഞാൽ ഇനങ്ങൾ എന്നർത്ഥം. ജുംലത്തുൽ മുഫീദയുടെ 2 ഇനങ്ങളുണ്ട്. അവയാണ് ഈ ഒരു സബ് ഹെഡിങ്ങിന് താഴെ നാം പരിചയപ്പെടുന്നത്. ദഅനാ നുലാഹിദു അൽ ജുംലത്തൈൻ ലാത്തിയത്തൈൻ, താഴെ നൽകിയിട്ടുള്ള 2 ജുംലകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, അതൊന്ന് നോക്കാം. ലാഹിദ യുലാഹിദു എന്ന് പറഞ്ഞാൽ നോക്കുക എന്നർത്ഥം. ജുംലത്ത് എന്ന് പറയുന്ന സെൻറ്റൻസുകൾ. താഴെ നൽകിയിട്ടുള്ള 2 സെൻറ്റൻസുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് അസ്സഫീനത്തു തജ്രി ഫിൽ ബഹർ, അസ്സഫീനത്ത് കപ്പൽ, തജ്രി ഫിൽ ബഹർ അത് കടലിലൂടെ സഞ്ചരിക്കുന്നു. സഫീനത്ത് എന്ന് പറഞ്ഞാൽ കപ്പൽ, ജറായ ജിരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, ബഹർ എന്ന് പറഞ്ഞാൽ കടൽ, കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് ദാമത്ത് ത്വാലിബു അല ദിറാസ, ദാമത്ത് ത്വാലിബ് വിദ്യാർത്ഥി പതിവാക്കി. ദാമ എന്ന് പറഞ്ഞാൽ പതിവാക്കുക, ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പോൾ വിദ്യാർത്ഥി പതിവാക്കി, അല ദിറാസ പഠനം, ദിറാസത്ത് എന്ന് പറഞ്ഞാൽ പഠനം എന്നർത്ഥം. അപ്പോൾ വിദ്യാർത്ഥി പഠനം പതിവാക്കി. ഹൽ ഹാത്തൈനിൽ ജുംലത്തൈനി ഫിൽ ജുമലിൽ മുഫീദ, ഈ 2 ജുംലകളും ജുംലത്തുൽ മുഫീദയുടെ ഗണത്തിൽ ഉൾപ്പെടുമോ? നാം അതെ. ലിഅന്നഹുമാ തുഫീദാനി മആനി കാമില, ഈ 2 ജുംലകളും പൂർണ്ണമായ അർത്ഥം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് 2ഉം ജുംലത്തുൽ മുഫീദയുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ്. 2 സെൻറ്റൻസുകളും പൂർണ്ണമായൊരു ആശയം നൽകുന്നുണ്ട്. ഒന്നാമത്തത് കപ്പൽ കടലിലൂടെ സഞ്ചരിക്കുന്നു, രണ്ടാമത്തത് വിദ്യാർത്ഥി അവൻ്റെ പഠനം പതിവാക്കി. ഈ 2 സെൻറ്റൻസുകളും നമുക്ക് ഒരു സംശയമില്ലാത്ത രൂപത്തിൽ അതിൻ്റെ പൂർണ്ണമായ ആശയം നൽകുന്നുണ്ട്. അതുകൊണ്ട് അവ 2ഉം ജുംലത്തുൽ മുഫീദയുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ്. വമാഹിയൽ കലിമാത്തുൽ വാരിദ ഫിൽ ഹാത്തൈനിൽ ജുംലത്തൈൻ, ഈ 2 ജുംലകളിലും വന്നിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേൽ അസ്സഫീനത്ത് തജ്രി ഫി ബഹർ, രണ്ടാമത്തേൽ ദാമ അത്വാലിബു അല ദിറാസ. വഫി ഹാദിഹിൽ കലിമാത്ത് നറ അൽ അസ്മാ വൽ അഫ്ആൽ വൽ ഹുറൂഫ അൻവാഉൽ കലിമാത്ത് സലാസ, ഈ 2 സെൻറ്റൻസുകളിൽ വന്നിട്ടുള്ള പദങ്ങളിൽ നാം ഇസ്മുകളെയും ഫിഅലുകളെയും ഹർഫുകളെയും ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ സഫീനത്ത് എന്നുള്ളത് ഇസ്മാണ്, തജ്രി സഞ്ചരിക്കാനുള്ളത് ഫിഅലാണ്, ഫി എന്നുള്ളത് ഹർഫാണ്, ബഹർ എന്നുള്ളത് ഒരു ഇസ്മാണ്. അതേപോലെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ദാമ പതിവാക്കുക എന്നുള്ളത് ഒരു ഫിഅലാണ്, ത്വാലിബ് എന്നുള്ളത് ഒരു ഇസ്മാണ്, അല എന്നുള്ളത് ഒരു ഹർഫാണ്, ദിറാസ എന്നുള്ളത് ഒരു മറ്റൊരു ഇസ്മാണ്. ഈ രൂപത്തിൽ കലിമത്തിൻ്റെ ഇനങ്ങളായ
ഇസ്മിനെയും ഫിഅലിനെയും ഹർഫിനെയും ഒക്കെ നാം ഇതിൽ കാണുന്നുണ്ട്. മിൻ ഹാദിഹിൽ കലിമാത്ത് നക്തശിഫു അലൽ അസ്മായി ഫഖത്ത് വമാഹിയ. നാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ നാം പറഞ്ഞിട്ടുള്ള ഇസ്മുകൾ ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. നേരത്തെ നാം ചർച്ച ചെയ്ത 2 സെന്റൻസുകളിലുള്ള ഇസ്മുകൾ, ഒന്ന് സഫീനത്ത്, ബഹർ, ത്വാലിബ്, ദിറാസത്ത്. വമാഹിയ ലഫാൽ ലത്തി തുലാഹിലുഹ. അപ്രകാരം നിങ്ങൾ കാണുന്ന ഫിഅലുകൾ ഏതൊക്കെയാണ്? തജിരി, ദാമ. തജിരി എന്ന സഞ്ചരിക്കുക, ദാമ എന്ന് പറഞ്ഞാൽ പതിവാക്കുക. അമ്മൽ ഹുറൂഫു ഫഹിയ കമാ നഫ്ഹമു ജയ്യിദൻ. അതേപോലെ തന്നെ ഹർഫുകളായി വന്നിട്ടുള്ളത് ഫി, അതേപോലെ തന്നെ അല. ഫഹൽ തജിദു അയ്യ ഫർഖിൻ ബൈനൽ ജുംലത്തൈൻ. നിങ്ങൾക്ക് ഈ 2 ജുംലകൾക്കുമിടയിൽ, അഥവാ അസ്സഫീനത്ത് തജ്രി ഫിൽ ബഹർ, ദാമത്ത് ത്വാലിബ് അല ദിറാസ എന്നീ 2 ജുംലകൾക്കിടയിൽ വല്ല വ്യത്യാസവും തോന്നുന്നുണ്ടോ? ഫർക്ക് എന്ന് പറയുന്ന വ്യത്യാസം. ഈ 2 ജുംലകൾക്കിടയിൽ വല്ല വ്യത്യാസവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? മാഹിയൽ കലിമത്തുല്ലത്തി തബ്ദഉ ബിഹാൽ ജുംലത്തുൽ. ഒന്നാമത്തെ ജുംലയായ അസ്സഫീനത്ത് തജ്രി ഫിൽ ബഹർ എന്നുള്ള ജുംല തുടങ്ങിയത് ഏത് പദം കൊണ്ടാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം അസ്സഫീന എന്നുള്ള ഒരു ഇസ്മു കൊണ്ടാണ് അവിടെ ആ ഒരു സെന്റൻസ് തുടങ്ങിയിട്ടുള്ളത്. വൽ കലിമത്തുല്ലത്തി തബ്ദഉ ബിഹാൽ ജുംലത്തു സാനിയ. അപ്രകാരം രണ്ടാമത്തെ ജുംല ഏതൊരു പദം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്? ബദഅ എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നർത്ഥം. രണ്ടാമത്തെ ജുംല അഥവാ ദാമത്ത് ത്വാലിബ് അല ദിറാസ എന്നുള്ള സെന്റൻസ് തുടങ്ങിയിട്ടുള്ളത് ദാമ എന്നുള്ള ഒരു ഫിഅൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫസ്റ്റത്തെ ജുംല സഫീന എന്നുള്ള ഇസ്മു ഉപയോഗിച്ചുകൊണ്ടും രണ്ടാമത്തത് ദാമ എന്നുള്ള ഫിഅൽ ഉപയോഗിച്ചുകൊണ്ടുമാണ് തുടങ്ങിയിട്ടുള്ളത്. നുസമ്മിയ അൽ ജുംലത്തുൽ ഊല ജുംലത്തൻ ഇസ്മിയ. ഫസ്റ്റത്തെ ജുംലയായ സഫീനത്ത് തജ്രി ഫിൽ ബഹർ എന്നുള്ള ജുംല സഫീനത്ത് എന്നുള്ള ഇസ്മു കൊണ്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ജുംലത്തുൻ ഇസ്മിയ എന്നാണ് പറയുക. ലിഅന്നഹ തബ്ദഉ ബിൽ ഇസ്മി. കാരണം അത് ഇസ്മു കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. വൽ ജുംലത്തു സാനിയ ജുംലത്തുൻ ഫിഅലിയ. അപ്രകാരം രണ്ടാമത്തെ ജുംല ദാമത്ത് ത്വാലിബ് അല ദിറാസ എന്നുള്ള ജുംല ദാമ എന്നുള്ള ഫിഅൽ ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നാം ഫിഅലിയായ ജുംല എന്നാണ് പറയുക. ലിഅന്നഹ തബ്ദഉ ബിൽ ഫിഅൽ. കാരണം അത് ഫിഅൽ ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഫൽ ജുംലത്തുൽ മുഫീദ തൻഖസിമു ഇലാ ഖിസ്മൈൻ. ഇത് തന്നെയാണ് ജുംലത്തുൽ മുഫീദയുടെ 2 ഇനങ്ങളായി വരുന്നത്. ഒന്ന് ജുംലത്തുൽ ഇസ്മിയയും രണ്ടാമത്തത് ജുംലത്തുൽ ഫിഅലിയയും. അൽ ജുംലത്തുൽ മുഫീദ അതിനെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ, രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഫിഅലിയ. ഈ ചാർട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ജുംലത്തുൽ ഇസ്മിയക്ക് താഴെ കുറച്ച് ഇസ്മിയായ ജുംലയുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലത്തുൽ മുഫീദക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. അതേപോലെ ഫിഅൽ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് നാം ഫിഅലിയായ ജുംല അൽ ജുംലത്തുൽ ഫിഅലിയ എന്നാണ് പറയുക. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയുടെ കുറച്ച് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അസ്സമാഉ മുംതിറത്തുൻ. ആകാശം മഴ വർഷിക്കുന്നു. സമാ എന്ന് പറഞ്ഞാൽ ആകാശം, മുംതിറത്തുൻ എന്ന് പറഞ്ഞാൽ മഴ വർഷിക്കുന്നു എന്നർത്ഥം. ആകാശം മഴ വർഷിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് അൽ വഫാഉ ഖുലുഖുൻ അളീം. പ്രതിബദ്ധത എന്നുള്ളത് മഹത്തായ ഒരു സ്വഭാവ ഗുണമാണ്. വഫ എന്ന് പറഞ്ഞാൽ പ്രതിബദ്ധത, ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം, അളീം എന്ന് പറഞ്ഞാൽ മഹത്തായ. അപ്പോൾ പ്രതിബദ്ധത എന്നുള്ളത് മഹത്തായ ഒരു സ്വഭാവമാണ്. മൂന്നാമത്തെ സെന്റൻസ് വാലിദ് മുഹമ്മദിൻ ത്വബീബൻ. മുഹമ്മദിൻ്റെ പിതാവ് ഡോക്ടറാണ്. വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവ്, ത്വബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ. മുഹമ്മദിൻ്റെ പിതാവ് ഡോക്ടറാണ്. അവസാനത്തെ സെന്റൻസ് അൽ അസലു ദവാഉൻ ലികുല്ലി ദാഇൻ. അൽ അസലു തേൻ എന്നുള്ളത് ദവാഉൻ ലികുല്ലി ദാഇൻ എല്ലാ രോഗത്തിനുമുള്ള മരുന്നാണ്. അസല എന്ന് പറഞ്ഞാൽ തേൻ, ദവാ എന്ന് പറഞ്ഞ മരുന്ന്, ദാ എന്ന് പറഞ്ഞാൽ രോഗം. അപ്പോൾ തേൻ എന്ന് പറയുന്നത് എല്ലാ രോഗത്തിനുമുള്ള മരുന്നാണ്. ഈ പറയപ്പെട്ട 4 സെന്റൻസിലുമൊക്കെ തുടക്കത്തിൽ നാം ശ്രദ്ധിച്ചാലറിയാം സമാ, അതേപോലെ തന്നെ വഫാ, വാലിദ്, അസൽ എന്നീ ഇസ്മുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഈ പറയപ്പെട്ടവയൊക്കെ ഇസ്മു കൊണ്ട് തുടങ്ങിയ ജുംലകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഇസ്മിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇതിനൊക്കെ ഈ പറയപ്പെട്ട സെന്റൻസുകൾക്കൊക്കെ പൂർണ്ണമായ അർത്ഥമുള്ള ആശയങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ജുംലത്തുൽ മുഫീദയാണ്. ജുംലത്തുൽ മുഫീദ ആയാൽ മാത്രമേ അത് നമുക്ക് ജുംലത്തുൽ ഇസ്മിയായിട്ടും ഫിഅലിയായിട്ടും ഒക്കെ തിരിക്കാൻ പറ്റുള്ളൂ. ജുംലത്തുൽ മുഫീദയുടെ ഇനമാണ് അൽ ജുംലത്തുൽ ഇസ്മിയ. ഇനി രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയായ ജുംല. ഫിഅലിയായ ജുംലയുടെ പ്രത്യേകത നമുക്കറിയാം. അവയൊക്കെ ഫിഅൽ കൊണ്ടായിരിക്കും തുടങ്ങുക, അഥവാ അതിൻ്റെ തുടക്കത്തിലൊക്കെ ഫിഅലായിരിക്കും വരിക. അതിൻ്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. യുമാരിസുൽ വലതു അസ്സബാഹ. യുമാരിസുൽ വലതു കുട്ടി പരിശീലിക്കുന്നു. മാറസ് യുമാരിസു എന്ന് പറയുന്നത് പരിശീലിക്കുക. വലത് എന്ന് പറഞ്ഞാൽ കുട്ടി, സബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തം. അപ്പോൾ കുട്ടി നീന്തം പരിശീലിക്കുന്നു. രണ്ടാമത്തെ സെന്റൻസ് യസ്താദു റജുലു അസ്സമക്ക. യസ്താദു റജുലു ഒരു വ്യക്തി വേട്ടയാടുന്നു. യസ്താദ് എന്ന് പറഞ്ഞാൽ വേട്ടയാടുക. സമക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യം. അപ്പോൾ ഒരു വ്യക്തി മത്സ്യത്തെ വേട്ടയാടുന്നു. മൂന്നാമത്തെ സെന്റൻസ് ആദ്ദത്തിൽ ഉമ്മു അത്വാമ. മാതാവ് ഭക്ഷണം പാകം ചെയ്തു, തയ്യാറാക്കി. ആദ്ദ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക എന്നർത്ഥം. ത്വാമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അപ്പോൾ മാതാവ് ഉമ്മ ഭക്ഷണം തയ്യാറാക്കി. അവസാനത്തെ സെന്റൻസ് തഅല്ലമ തിൽമീദു ദുറൂസഹു. വിദ്യാർത്ഥി അവൻ്റെ പാഠഭാഗങ്ങൾ പഠിച്ചു. തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നർത്ഥം. തിൽമീദ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, ദുറൂസ് ദർസും ജംഅ ദുറൂസ് എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥി അവൻ്റെ പാഠഭാഗങ്ങൾ പഠിച്ചു. ഈ ഒരു സെന്റൻസുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം
ഇതിൻ്റെ തുടക്കത്തിലൊക്കെ യുമാരിസു, യസ്താദു, അഅദ്ദ, തഅല്ലമ എന്നീ ഫിഅലുകളാണ് വന്നിട്ടുള്ളത്. അതൊക്കെ പ്രവൃത്തികളുടെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഫിഅല് തുടക്കത്തിൽ വന്നതുകൊണ്ട് തന്നെ ഇവയൊക്കെ അൽ ജുംലത്തുൽ ഫിഅലിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജുംലത്തുൽ മുഫീദയെ രണ്ടായി തരം തിരിക്കും. ഒന്ന് ജുംലത്തുൽ ഇസ്മിയ, രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഫിഅലിയ. ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ്. അതുപോലെ തന്നെ ജുംലത്തുൽ ഫിഅലിയ എന്ന് പറഞ്ഞാൽ ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഓവറോളായിട്ട് ചർച്ച ചെയ്യാനുള്ള കുറച്ച് എക്സസൈസുകളാണ് താഴെ പറയുന്നത്. അത്തദ്രീബാത്ത്, എക്സസൈസുകൾ. അതിലൊന്നാമത്തത് നുഹാവിലു അൻ നുക്കവ്വിനൽ ജുമലൽ മുഫീദ മിനൽ കലിമാത്തിൽ ആത്തിയ. താഴെ നൽകിയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജുംലത്തുൽ മുഫീദ തയ്യാറാക്കുക. നുഹാവിലു എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രമിക്കാമെന്നർത്ഥം. കവ്വന യുക്കവ്വിന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ താഴെ ബ്രാക്കറ്റിൽ കുറേ ഇസ്മുകൾ നൽകിയിട്ടുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ ആശയം വരുന്ന, പൂർണ്ണ അർത്ഥം വരുന്ന ജുംലത്തുൽ മുഫീദകളെ ഉണ്ടാക്കിയെടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇവിടെ നൽകിയിട്ടുള്ള പദങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത് ജമീല. ജമീല എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്. ത്വരീഖ്, വഴി. അല എന്നുള്ളത് ഹർഫാണ്, മേലെന്നർത്ഥം. മന്ദർ എന്ന് പറഞ്ഞാൽ കാഴ്ച. യുഅല്ലിമു, പഠിപ്പിക്കുന്നു. ഫി എന്ന് പറഞ്ഞാൽ ഇൽ. റാഇഅ എന്ന് പറഞ്ഞാൽ മനോഹരമായത്. അസ്ഹാർ എന്ന് പറഞ്ഞാൽ പൂക്കൾ. സഹറിന്റെ ജമാണ് അസ്ഹാർ, പൂക്കൾ. കുർസി എന്ന് പറഞ്ഞാൽ കസേര. അൻ എന്ന് പറഞ്ഞാൽ അബൌട്ട്, കുറിച്ച്. ഒരു ഉദാഹരണം അനി ത്വരീഖ്, വഴിയെക്കുറിച്ച് എന്നർത്ഥം. അനിൽ അബി, പിതാവിനെ കുറിച്ച്. ആ ഒരു കുറിച്ച് എന്ന അർത്ഥത്തിലാണ് അൻ ഉപയോഗിക്കുക. അടുത്തത് അല്ലഫ, രചിക്കുക. മാ എന്ന് പറഞ്ഞാൽ വെള്ളം. നഷ എന്ന് പറഞ്ഞാൽ വളരുക, തുടങ്ങുക എന്നൊക്കെ അർത്ഥം. യബ്ഹത്ത് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. ബഹത്തിന്റെ മുളാരി രൂപമാണ് യബ്ഹത്ത്, അന്വേഷിക്കുക. മഫ്തൂഹ് എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടത്. യഈഷു എന്ന് പറഞ്ഞാൽ ജീവിക്കുക. ആഷ, യഈഷു, ജീവിക്കുക എന്നർത്ഥം. ദർസും ജമഅ ദുറൂസ് എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങൾ. യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു എന്നർത്ഥം. ജലസയുടെ മുളാരി രൂപമാണ് യജ്ലിസു. വാസിൻ എന്ന് പറഞ്ഞാൽ വിശാലമായത്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ. ഹത്ത എന്ന് പറഞ്ഞാൽ വരെ. കിതാബും ജമഅ കുതുബ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്. ഖുറാസത്ത് എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക്. ത്വാവിലത്ത് എന്ന് പറഞ്ഞാൽ ടേബിൾ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ഇൽബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ. സമക്ക് എന്ന് പറഞ്ഞാൽ മത്സ്യം, മീൻ. അപ്പോൾ ഈ പറയപ്പെട്ട പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജുംലകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പുറത്തു നിന്ന് ഒരു പദവും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതില്ല. ഇതിലുള്ള പദങ്ങൾ തന്നെ ക്രോഡീകരിച്ചാൽ ഒരുപാട് ജുംലകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ജുംല ഉദാഹരണമായി അവിടെ നൽകിയിട്ടുണ്ട്. യുഅല്ലിമുൽ ഉസ്താദു അദ്ദുറൂസ. യുഅല്ലിമുൽ ഉസ്താദു, അധ്യാപകൻ പഠിപ്പിക്കുന്നു. അല്ലമ യുഅല്ലിമു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നർത്ഥം. ഉസ്താദ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻ. അപ്പോൾ അധ്യാപകൻ പഠിപ്പിക്കുന്നു. അദ്ദുറൂസ, പാഠഭാഗങ്ങൾ. ദർസും ജമഅ ദുറൂസ് എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങൾ. അപ്പോൾ അധ്യാപകൻ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ പദങ്ങളാണ് യുഅല്ലിമു, അതുപോലെ തന്നെ ഉസ്താദ്, ദുറൂസ്. അപ്പോൾ ഈ രൂപത്തിൽ ബാക്കിയുള്ള പദങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ജുംലകൾ തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത എക്സസൈസ് ലാഹിൽ അന്നൽ കലിമാത്തുൽ വാരിദ ബൈനൽ ഖൗസൈൻ. മുകളിൽ ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ള പദങ്ങൾ ശ്രദ്ധിക്കണം. നേരത്തെ വായിച്ച പദങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഹൽ അസ്മാ വൽ അഫ്ആൽ വൽ ഹുറൂഫ്. അവയിൽ ഇസ്മുകളും ഹർഫുകളും ഫിഅലുകളും ഒക്കെ ഉണ്ട്. ഹുനാ നുമയ്യിസുഹ കമാ ഫിൽ മിസാലിൽ ആത്തിയ. താഴെ നൽകിയതുപോലെ അവയെ ഇസ്മുകളായിട്ടും ഫിഅലുകളായിട്ടും ഹർഫുകളായിട്ടും വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ജമീല, ത്വരീഖ് പോലെയുള്ള ആ ബ്രാക്കറ്റിലുള്ള പദങ്ങൾ അവയെ ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിങ്ങനെ മൂന്നായി തരം തിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ സ്വമേധയാ തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത എക്സസൈസ് സ്വിഫ് കൊല്ല സൂറത്തിൻ ഫി അർബഇ ജുമലിൻ. താഴെ നൽകിയിട്ടുള്ള ചിത്രങ്ങളെ 4 സെൻറ്റൻസിൽ വിവരിക്കുക, വിശേഷിപ്പിക്കുക. സ്വിഫ് എന്ന് പറഞ്ഞാൽ വിവരിക്കുക എന്നർത്ഥം. സൂറത്ത് എന്ന് പറഞ്ഞാൽ ചിത്രം. അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അവയിലുള്ള കാര്യങ്ങളെ നിങ്ങളുടേതായ ഭാഷയിൽ പൂർണ്ണമായ ആശയം വരുന്ന രൂപത്തിലുള്ള 4 സെൻറ്റൻസുകളാക്കി വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിവരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ജുംലകളൊക്കെ ജുംലത്തുൽ മുഫീദയാണെന്ന് ഉറപ്പുവരുത്തുക. പൂർണ്ണമായ ആശയം വരുന്ന രൂപത്തിൽ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ഓരോ ചിത്രത്തിലും കാണുന്ന കാര്യങ്ങൾ 4 സെൻറ്റൻസിൽ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 3x4 12 സെൻറ്റൻസുകൾ തയ്യാറാക്കണം. ഓരോ ചിത്രത്തെക്കുറിച്ചും 4 സെൻറ്റൻസുകൾ. അപ്പോൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ജുംലത്തുൽ മുഫീദയാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആശയം പൂർണ്ണമായിരിക്കണം. ഇത്രയും എക്സസൈസുകളാണ് ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഇനി പാഠത്തിൻ്റെ അവസാനത്തിൽ നാം ഈ പാഠത്ത് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. റീക്യാപ്പ് എന്ന തലക്കെട്ടോട് കൂടെ. അതിൽ ഒന്നാമത്തെ പോയിന്റ് അൽ കലാമു യതഅല്ലഫു മിനൽ കലിമാത്ത്. ഒരുപാട് പദങ്ങൾ ചേർന്നുകൊണ്ടാണ്
കലാം രൂപപ്പെടുന്നത്. അഥവാ ഒരുപാട് പദങ്ങൾ ചേർന്നുണ്ടായ ഒരു സെന്റൻസിനെയാണ് നാം കലാം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് കലിമത്ത് സലാസത്തു അൻവാഇൻ. കലിമത്ത് അഥവാ പദം അറബി ഭാഷയിൽ 3 ഇനമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇസ്മ്, ഫിഅല്, ഹർഫ്. അതിൽ ഇസ്മ എന്ന് പറഞ്ഞാൽ മാ ദല്ല അല ഇൻസാനിനോ മക്കാനിനോ ഹൈവാനിനോ നബാത്തിനോ ജമാദിൻ. ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജീവിയുടെയോ സസ്യത്തിൻ്റെയോ ജീവനില്ലാത്ത വസ്തുവിൻ്റെയോ മേലൊക്കെ അറിയിക്കുന്ന പദങ്ങൾക്കാണ് ഇസ്മ എന്ന് പറയുന്നത്. അൽ ഫിഅല്. ഫിഅൽ എന്ന് പറഞ്ഞാൽ മാ ദല്ല അല ഹദത്തിൻ ഫി സമൻ മുഅയ്യൻ. ഒരു നിർണിതമായ കാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിൻ്റെ മേൽ, പ്രവൃത്തിയുടെ മേൽ അറിയിക്കുന്നതിനാണ് ഫിഅൽ എന്ന് നാം അറബി ഭാഷയിൽ പറയുന്നത്. അതുപോലെ ഹർഫ് മാല യത്തിമു മഅനാഹു ഇല്ലാ മാ ഗൈരിഹി. മറ്റൊന്നിനോട് കൂടെ ആകുമ്പോഴല്ലാതെ അർത്ഥം പൂർണ്ണമാവാത്ത പദങ്ങൾക്കാണ് ഹർഫ് എന്ന് നാം പറയുന്നത്. ഇനി അൽ ജുംലത്തുൽ മുഫീദ. അൽ ജുംലത്തുൽ മുഫീദ ഹിയ തർക്കീബുൽ കലിമാത്ത് അല്ലദി യുഫീദു മഅനൻ താമൻ യഹ്സുനു സുകൂതു അലൈഹി. പൂർണ്ണമായ അർത്ഥം നൽകുന്ന പദങ്ങളുടെ ഘടനക്കാണ് ജുംലത്തുൽ മുഫീദ എന്ന് നാം പറയുന്നത്. അവസാനത്തെ പോയിന്റ് അൽ ജുംലത്തുൽ മുഫീദ തൻഖസിമു ഇലാ ഖിസ്മൈൻ. ജുംലത്തുൽ മുഫീദയെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ, രണ്ടാമത്തത് അൽ ജുംലത്തുൽ ഫിഅലിയ. ഫിഅലിയ ജുംലയും ഇസ്മിയ ജുംലയും. ഇസ്മിയ ജുംല നമുക്കറിയാം, ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയ ജുംല എന്ന് പറയുന്നത്. അതേപോലെ ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലക്കാണ് ഫിഅലിയായ ജുംല എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നാം ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അവയുടെ ഉത്തരങ്ങൾ മുതൽ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മാഹിയ അൻവാഉൽ കലിമ. കലിമത്തിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? നൗഅം ജമഅ അൻവാ എന്ന് പറഞ്ഞാൽ ഇനങ്ങളെന്നർത്ഥം. അപ്പോൾ കലിമത്തിൻ്റെ പദങ്ങളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിങ്ങനെ 3 ഇനങ്ങളായിട്ടാണ് പദത്തെ തരം തിരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം മിമ്മ യതഅല്ലഫുൽ കലാം. എന്തിൽ നിന്നാണ് കലാം രൂപപ്പെടുന്നത്? തഅല്ലഫ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക എന്നർത്ഥം. അപ്പോൾ എന്തിൽ നിന്നാണ് കലാം രൂപപ്പെടുന്നത്? നമുക്കറിയാം പദങ്ങളിൽ നിന്നാണ് കലാമുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ അൽ കലാം യതഅല്ലഫു മിനൽ കലിമാത്ത്. പദങ്ങളിൽ നിന്നാണ്, ഒരുപാട് പദങ്ങളിൽ നിന്നാണ് ഒരു കലാം രൂപപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം മാ ഹുവൽ ഇസ്മ. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്മു മാ ദല്ല അല ഇൻസാനിനോ മക്കാനിനോ ഹൈവാനിനോ നബാത്തിൻ ഔ ജമാദിൻ. ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നില്ല, നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. നാലാമത്തെ ചോദ്യം മാ ഹുവൽ ഫിഅൽ. ഫിഅൽ എന്നാൽ എന്താണ്? ഇതിൻ്റെ ഉത്തരം അൽ ഫിഅലു മാ ദല്ല അല ഹദത്തിൻ ഫി സമനിൻ മുഅയ്യൻ. ഒരു നിർണിതമായ കാലത്ത് സംഭവിച്ച സംഭവത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് ഫിഅൽ എന്ന് പറയുന്നത്. മാ ഹുവൽ ഹർഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ലാ യത്തിമു മഅനാഹു ഇല്ലാ മാ ഗൈരിഹി. മറ്റൊന്നിനോട് കൂടെ അല്ലാതെ അർത്ഥം പൂർണ്ണമാവാത്ത എല്ലാ പദങ്ങൾക്കും ഹർഫ് എന്ന് നാം പറയും. ഇനി ആറാമത്തെ ചോദ്യം മാദാ നുസമ്മ തർക്കീബൽ കലിമാത്ത് അല്ലദീ യുഫീദു മഅനൻ താമൻ യഹ്സുനു സുകൂതു അലൈഹി. പൂർണ്ണമായ അർത്ഥം നൽകുന്ന പദങ്ങളുടെ ഒരു ഘടനയ്ക്ക് നാം എന്താണ് പറയുക? നമുക്കറിയാം ജുംലത്തുൽ മുഫീദ എന്നാണ് നാം അതിന് പറയുക. ഇനി ഏഴാമത്തെ ചോദ്യം തൻഖസിമുൽ ജുംലത്തുൽ മുഫീദ ഇലാ ഖിസ്മൈൻ മാഹുമ. ജുംലത്തുൽ മുഫീദയെ 2ആയി തരംതിരിക്കുന്നു. അത് ഏതൊക്കെയാണ്? നമുക്കറിയാം ജുംലത്തുൽ മുഫീദയെ ജുംലത്തുൽ ഇസ്മിയ അതുപോലെ തന്നെ ജുംലത്തുൽ ഫിഅലിയ എന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഇനി എട്ടാമത്തെ ചോദ്യം ഉദ്കുറ സലാസത അംസിലത്തുൽ ഇസ്മ. ഇസ്മിൻ്റെ 3 ഉദാഹരണങ്ങൾ എഴുതുക. അംസിലത്ത് എന്ന് പറഞ്ഞ ഉദാഹരണം. ഇസ്മിൻ്റെ 3 ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആളുകളുടെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരോ മറ്റൊക്കെ എഴുതിയാൽ മതി. ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ മുഹമ്മദ്, അസദ്, കിതാബ്. അസദ് എന്ന് പറഞ്ഞ സിംഹം, കിതാബ് എന്ന് പറഞ്ഞ പുസ്തകം. മുഹമ്മദ് എന്നുള്ളത് ഒരാളുടെ പേരാണ്. ഇവയൊക്കെ ഇസ്മിൻ്റെ ഗണത്തിൽ പെടുന്നവയാണ്. ഇനി 9ാമത്തെ ചോദ്യം ഈത്തിബി ഖംസ മിനൽ അംസില ലിൽ ഫിഅലി. ഫിഅലിൻ്റെ 5 ഉദാഹരണങ്ങൾ കൊണ്ടുവരിക. അഥവാ ഫിഅലിൻ്റെ 5 ഉദാഹരണങ്ങൾ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. കത്തബ എഴുതുക, യഖ്റഉ വായിക്കുന്നു, ജലസ ഇരുന്നു, യഅ്കുലു ഭക്ഷിക്കുന്നു, ശരിബ കുടിക്കുന്നു. ഇനി അവസാനത്തെ ചോദ്യം ഉദ്കുർ മിസാലൈൻ ലിൽ ഹർഫ്. ഹർഫിൻ്റെ 2 ഉദാഹരണങ്ങൾ എഴുതുക. മിസാൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നർത്ഥം. ഇവിടെ നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ അല, അതേപോലെ തന്നെ ഫി. അല എന്ന് പറഞ്ഞാൽ മേൽ, ഫി എന്ന് പറഞ്ഞാൽ ഇല്ലെന്നർത്ഥം. ഇത്രയും ചോദ്യങ്ങളാണ് പാഠഭാഗമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനുകളുണ്ട്. അപ്പോൾ അത് കൃത്യമായി നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം. കാരണം ഈ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ള ഗ്രാമർ ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, അത് പഠനകാലം മുഴുവൻ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള അസൈൻമെൻറ്റ് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത് മയ്യിസുൽ അസ്മാ വൽ അഫ്ആൽ വൽ ഹുറൂഫ് മിനൽ ഫഖറിൽ ആതിയ വക്തശിഫ് അൽ ജുമൽ ഇസ്മിയ വൽ ഫഇലിയ. മയ്യിസുൽ അസ്മാ വൽ അഫ്ആൽ വൽ ഹുറൂഫ് മിനൽ ഫഖറിൽ ആതിയ. താഴെ നൽകിയിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് ഇസ്മുകളെയും ഫഇലുകളെയും ഹർഫുകളെയും വേർതിരിക്കുക. മയ്യിസ് എന്നുള്ള വേർതിരിക്കുക എന്നർത്ഥം. മാത്രമല്ല വക്തശിഫ് അൽ ജുമൽ ഇസ്മിയ വൽ ഫഇലിയ. അപ്രകാരം തന്നെ ഈ പാരഗ്രാഫിൽ നിന്ന് ഫഇലിയായ ജുംലകളെയും ഇസ്മിയായ ജുംലകളെയും കണ്ടെത്തുക. അത് വളരെ സിമ്പിളാണ്. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകളൊക്കെ ഇസ്മിയായ ജുംലയായിരിക്കും, ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകളൊക്കെ ഫിഅലിയായ ജുംലയായിരിക്കും. ഈ ഒരു പാരഗ്രാഫിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. അല്ലഫ ഷെയ്ഖ് സൈനുദ്ദീൻ
ഇബ്നു മുഹമ്മദ് അൽ-ഗസാലി അൽ-ഫുന്നാനി റഹിമഹുല്ലാ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ. പൊന്നാനിക്കാരനായ ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു മുഹമ്മദ് അൽ-ഗസാലി എന്നവരാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ എന്ന ഗ്രന്ഥം രചിച്ചത്. അല്ലഫ എന്ന് പറഞ്ഞാൽ രചിക്കുക എന്നർത്ഥം. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഫി ബഅദി അഖ്ബാരിൽ പുർത്തുഗാലിയീൻ എന്നുള്ളത്. അതൊരു ചരിത്ര ഗ്രന്ഥമാണ്. അപ്പോൾ അദ്ദേഹമാണത് രചിച്ചത്. വഹുവ കിതാബുൻ താരീഖിയ്യുൻ, അതൊരു ചരിത്ര ഗ്രന്ഥമാണ്. കിതാബുൻ താരീഖിയ്യുൻ എന്ന് പറഞ്ഞാൽ ചരിത്ര ഗ്രന്ഥം. വഖദ് ഹസ്സ അശ്ശൈഖ് ബിഹി അൽ മുസ്ലിമീൻ അലാ മുഖാവമത്തിൽ പുർത്തുഗാലിയീൻ അൽ മുസ്തഅമിരീൻ. വഖദ് ഹസ്സ അശ്ശൈഖ് ബിഹി അൽ മുസ്ലിമീൻ, ഈ ഒരു ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു മുഹമ്മദ് അൽ-ഗസാലി എന്നവർ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചു. ഹസ്സ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം രചിക്കുന്നതിലൂടെ അതുപയോഗിച്ചുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ മുസ്ലിമീങ്ങളെ പ്രേരിപ്പിച്ചു. എന്തിനാണ് പ്രേരിപ്പിച്ചത്? അലാ മുഖാവമത്തിൽ പുർത്തുഗാലിയീൻ അൽ മുസ്തഅമിരീൻ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി. മുഖാവമത്തെ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, പുർത്തുഗാലിയൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ, മുസ്തഅമിരീൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമാക്കിയവർ. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമായി സ്ഥിരതാമസമാക്കിയ പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ ഈ ഒരു ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തി. യൻഖസിമു ഹാദൽ കിതാബ് ഇലാ അർബഅത്തി അഖ്സാമിൻ, ഈ ഒരു ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഈ ഒരു ഗ്രന്ഥം 3 ഭാഗങ്ങളാക്കി തരം തിരിച്ചിട്ടുണ്ട്. യൻഖസിമ എന്ന് പറഞ്ഞാൽ തരം തിരിക്കുക എന്നർത്ഥം. അർബഅത്തു അഖ്സാം എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങൾ. അപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തെ 4 ഭാഗങ്ങളായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. അൽ ഖിസ്മുൽ അവ്വൽ, ഒന്നാമത്തെ ഭാഗം യബ്ഹഥു ഫി ബഅദി അഹ്കാമിൽ ജിഹാദ്, യുദ്ധത്തിന്റെ ചില നിയമങ്ങളെക്കുറിച്ച് അതിൽ ചർച്ച ചെയ്യുന്നു. ബഹത്ത് എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുക എന്നർത്ഥം. ഹുക്മുൻ ജമഅ അഹ്കാം എന്ന് പറഞ്ഞാൽ വിധികൾ, ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് യുദ്ധത്തിൻ്റെ ചില വിധികളെക്കുറിച്ചാണ്. വതവാബിഹി, അതേപോലെ തന്നെ യുദ്ധത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച്. സവാബ് എന്ന് പറയുന്ന പ്രതിഫലം. തഹ്രീർ അലിഹി, അതേപോലെ തന്നെ യുദ്ധത്തിനുള്ള ഒരു പ്രേരണയും ആ ഒരു ഭാഗത്ത് നൽകുന്നുണ്ട്. തഹ്രീർ എന്ന് പറയുന്ന പ്രേരണ. ഫസ്റ്റ് പാർട്ടിൽ ഇതാണ് ചർച്ച ചെയ്യുന്നത്. വൽ ഖിസ്മു സാനി, രണ്ടാമത്തെ ഭാഗത്തിൽ ഫി ബദഇ ളുഹൂരിൽ ഇസ്ലാം ഫി ദിയാരി മലബാർ, മലബാർ മേഖലയിൽ ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ്. ബദഇ എന്ന് പറഞ്ഞ തുടക്കം, ളുഹൂർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, മലബാർ എന്ന് പറഞ്ഞാൽ മലബാർ. മലബാർ മേഖലയിൽ ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത്. വൽ ഖിസ്മു സാലിസ്, മൂന്നാമത്തെ ഭാഗത്ത് പറയുന്നത് യുബയ്യിനു ആദാത്ത് കുഫാരി മലബാർ അൽ ഗരീബ, മലബാറിലുണ്ടായിരുന്ന കാഫിരീങ്ങളുടെ, അവിശ്വാസികളുടെ വിചിത്രമായ ആചാരങ്ങളെ കുറിച്ചാണ് അതിൽ വിശദീകരിക്കുന്നത്. യുബയ്യന എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നത്. ആദാത്ത് എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾ, കുഫാർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ, ഗരീബ എന്ന് പറഞ്ഞാൽ വിചിത്രമായ. അപ്പോൾ മലബാറിലെ അവിശ്വാസികൾ തുടർന്നു പോയിരുന്ന വിചിത്രമായ ആചാരങ്ങളെ സംബന്ധിച്ചാണ് തുഹ്ഫത്തുൽ മുജാഹിദീനിലെ മൂന്നാമത്തെ ഭാഗത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ വിവരിക്കുന്നത്. വൽ ഖിസ്മുർ റാബിഅ, നാലാമത്തെ ഭാഗത്ത് ഫി വസൂലിൽ ഫ്രഞ്ച് ഇലാ മലബാർ, മലബാറിലേക്ക് ഫ്രഞ്ചുകാർ എത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. വസൂൽ എന്ന് പറഞ്ഞാൽ എത്തുക, ഇഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച്. വബഅദു ഫആലിഹിം അശ്ശനിഅ, അത് പ്രകാരം അവരുടെ മോശമായ കുറച്ച് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമാണ് പറയുന്നത്. നാലാമത്തെ ഭാഗത്തിൽ ഫ്രഞ്ചുകാർ മലബാറിലേക്ക് എത്തിയതിനെ കുറിച്ചും അതേപോലെ അവരവിടെ നടത്തിയ മോശമായ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നോക്കിയിട്ട് അതിൽ ഇസ്മുകളെയും ഫേലുകളെയും ഹർഫുകളെയും ആദ്യം വേർതിരിക്കുക, ശേഷം അതിൽ നിന്ന് ഇസ്മിയായ ജുംലയെയും ഫേലിയായ ജുംലകളെയും കണ്ടെത്തുക. ഇനി രണ്ടാമത്തെ അസൈൻമെൻറ്റിൻ്റെ ചോദ്യം, ആയിദ ഖായിമത്തൻ ലാ തഖില്ലു അൻ 20 മിനൽ ജുമൽ മുഫീദ മാ ഖിസ്മിഹാ അൽ ഇസ്മിയ വൽ ഫഅലിയ, 20 കുറയാത്ത ജുംലത്തുൽ മുഫീദകൾ തയ്യാറാക്കുക. അവയിൽ ഇസ്മിയായ ജുംലകളും അതേപോലെ തന്നെ ഫഅലിയായ ജുംലകളുമൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ 20 കുറയാത്ത അഥവാ 20ഓളം ജുംലത്തുൽ മുഫീദകൾ തയ്യാറാക്കുക. അതിൽ സ്വാഭാവികമായിട്ടും ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്നതും ഫീലുകൾ കൊണ്ട് തുടങ്ങുന്നതും ഒക്കെ അതിൽ ഉൾപ്പെടുത്തണമെന്നർത്ഥം. ആ രൂപത്തിൽ ജുമലകൾ തയ്യാറാക്കുക. ഇനി അവസാനത്തെ അസൈൻമെന്റിന്റെ ചോദ്യം, കവ്വിൻ സലാസ ജുമലിൻ തുകവ്വിന് കുല്ല വാഹിദത്തിൻ മുറക്കബത്തൻ മിൻ ഇസ്മൈ, 2 ഇസ്മുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 3 ജുംലകൾ തയ്യാറാക്കുക. അഥവാ ഇവിടെ 3 ജുംലകൾ തയ്യാറാക്കണം, അവയിൽ 2 ഇസ്മുകൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ആ രൂപത്തിൽ 2 ഇസ്മുകൾ വരുന്ന രൂപത്തിൽ 3 ജുംലകൾ തയ്യാറാക്കുക. അടുത്തത് വസലാസ ജുമലിൻ തുകവ്വിന് കുല്ല വാഹിദത്തിൻ മുറക്കബത്തൻ മിൻ ഫിഅലിൻ വ ഇസ്മിൻ, അടുത്തതും അതേപോലെ 3 ജുംലകൾ തയ്യാറാക്കണം. അവയിൽ ഒരു ഫിഅലും അതേപോലെ തന്നെ ഒരു ഇസ്മും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നേരത്തെ 2 ഇസ്മുകളാണ് ഉപയോഗിക്കാൻ വന്നത്, ഇവിടെ ഒരു ഫിഅലും ഒരു ഇസ്മും. അടുത്തത് വസലാസ ജുമലിൻ തുകവ്വിന് കുല്ല വാഹിദത്തിൻ
മുറക്കബത്തൻ മിൻ ഇസ്മിൻ വഫഇലിൻ വഹർഫിൻ. ഇവിടെ ഈ 3 ജുംലകളാണ് തയ്യാറാക്കേണ്ടത്. അതിൽ ഒരു ഇസ്മ്, അതേപോലെ തന്നെ ഒരു ഫിഅല്, ഒരു ഹർഫ് എന്നിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഇസ്മും ഒരു ഫിഅലും ഒരു ഹർഫും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ 3 ജുംലകൾ തയ്യാറാക്കുക. അപ്പോൾ ഇങ്ങനെ 3 എക്സസൈസുകളാണ് അസൈൻമെൻറ്റിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും സ്വമേധയാ ചെയ്ത് നോക്കുക. ഇത് ചെയ്താൽ മാത്രമേ ഈ പാഠഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ശുക്രാൻ.